കേരളത്തിൽ അങ്ങോളം ഇങ്ങോട്ടും കണ്ടമാനം പ്രോഗ്രാം നടക്കുന്നുണ്ട്. അപ്പോൾ ഈ അടുത്ത ദിവസം ഇന്നലെ ഞാൻ വയനാട്ടിൽ പോയിരുന്ന ഒരു കൺവെൻഷൻ ഉണ്ടായിരുന്നു അവിടെ. അങ്ങനത്തെയുള്ള കൺവെൻഷനിലൊക്കെ ധാരാളം ആളുകൾ പങ്കെടുക്കുന്നുണ്ട്. കേരളത്തിൻ്റെ വിവിധ ജില്ലകളിൽ നിന്ന് ഇപ്പം നമ്മുടെ ക്ലാസ് ബി ട്രസ്റ്റി ബിനോയ് മാഷാണ്. മാഷിൻ്റെ നേതൃത്വത്തിൽ ഒരു വലിയ പ്രോഗ്രാമായിരുന്നു. നല്ല ഭംഗിയായിട്ട് നടന്നു. അവിടെ ഞാൻ ജസ്റ്റ് എനിക്ക് സമയമില്ലായിരുന്നു, പക്ഷെ ഞാൻ പോയി പ്രോഗ്രാം അറ്റൻഡ് ചെയ്തു. അപ്പോൾ ഒരു ആശംസയൊക്കെ നേർന്നു ഞാൻ പോന്നു. അപ്പോൾ ഇന്നിപ്പോൾ ആൽക്കഹോളിക്സ് അനോണിമസ് അതിൻ്റെ പ്രസക്തി എന്താണ്? ഇന്നത്തെ കേരളത്തിലെ ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ പ്രസക്തി എന്താണ്? അതിപ്പോൾ ഇവിടെ പുതുമക്കാരായിട്ടുള്ള ആരെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് ചിലപ്പം മനസ്സിലാവില്ല. പക്ഷെ അവരിത് നിലനിന്നാൽ, ഈ പ്രോഗ്രാമിൽ കുറച്ചാൾ നിലനിന്നാൽ അവർക്ക് മനസ്സിലാവും എന്താണ് ഈ കാലഘട്ടത്തിൻ്റെ പ്രസക്തി. ഈ ആൽക്കഹോളിക്സ് അനോണിമസ് എന്ന് പറഞ്ഞ ഈ പ്രോഗ്രാം എന്താണ് വാസ്തവത്തിൽ? ഇത് ആർക്കു വേണ്ടിയാണ്? എന്തിനു വേണ്ടിയാണ്? ഇത് എങ്ങനെ പ്രവർത്തിക്കുന്നു? ഇതിൻ്റെ ഉദ്ദേശം എന്താണ്? ഇതിനൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ എപ്പോഴും പറയാറുള്ള 5 കാര്യങ്ങളിൽ ഒരാൾ മനുഷ്യനായാൽ മാത്രമേ അയാൾക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യങ്ങൾ അത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. ആ 5 കാര്യങ്ങൾ ആരെങ്കിലും ഒന്ന് പറയാൻ പറ്റുമോ? നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്തിട്ടുള്ള 5 കാര്യങ്ങൾ. ഈ 5 കാര്യങ്ങളിൽ പുറത്ത് വരുമ്പോഴാണ് ഒരാൾക്ക് ജീവിതം വളരെ സുഖമായിട്ട് തോന്നുന്നത്. അത് ആ 5 കാര്യങ്ങൾ നഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഈ അഡിക്ഷൻ, ആസക്ത രോഗത്തിന് വിധേയരാകുന്ന എല്ലാവരും തന്നെ ഈ 5 കാര്യങ്ങൾ നഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. അത് 5 ഐഡിയസ്, ആശയങ്ങളായിരിക്കാം. അത് നടപ്പിലാകുന്നത് വലിയൊരു സംഭവമാണ്. ഒരു മനുഷ്യൻ്റെ ശരീരത്തിലും മനസ്സിലും അയാളുടെ ചിന്തകളിലും തോന്നലുകളിലും ഫീലിങ്സിലും എല്ലാം കൂടി അത് നടപ്പിലാവുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ 5 കാര്യങ്ങൾ ഒഴിവാക്കാൻ പറ്റുന്ന ഒന്നും തന്നെ ഇല്ല. അത് ഭംഗിയായിട്ട് നടപ്പിലാവുകയാണെങ്കിൽ ഒരാൾക്ക് ഈ പ്രോഗ്രാം ഇതിൽ കൂടി അയാളുടെ ആ രോഗത്തിൻ്റെ അവസ്ഥയെ അയാൾക്ക് മറികടക്കാൻ പറ്റും. ചുരുങ്ങിയ പക്ഷം അയാൾക്ക് ജീവിക്കാൻ, സുഖമായിട്ട് ജീവിക്കാൻ, ഒരു മേന്മയേറിയ ജീവിതം നയിക്കാനായിട്ടുള്ള എല്ലാ കഴിവുണ്ടാവും. അയാൾക്കൊരു സാധാരണ ആയുസ് തയ്ക്കാനും പറ്റും. അപ്പോൾ ആർക്കെങ്കിലും ആ 5 കാര്യങ്ങൾ പറയാൻ പറ്റും? നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്തിട്ടുള്ള കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം എന്താണ്? വിട്ടു നിൽക്കുക എന്നുള്ളത്. ആ മദ്യത്തിൽ നിന്ന് അത് വിട്ടു നിൽക്കുക. അത് പ്രവൃത്തിയാണ്. അതിൻ്റെ പ്രവൃത്തി ഈ പ്രോഗ്രാമിൽ വന്നു കഴിഞ്ഞാൽ ചെയ്യേണ്ട പ്രവൃത്തിയാണത്. ആ പ്രവൃത്തിയിൽ കൂടിയാണ് നമ്മൾ 5 കാര്യങ്ങൾ നേടിയെടുക്കുന്നത്. അത് വളരെ നല്ല ആൻസറാണ്. വിട്ടു നിൽക്കുക എന്നുള്ള ഒരു പ്രവൃത്തിയിൽ കൂടിയാണ് നമ്മൾ ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ ഈ 5 കാര്യങ്ങൾ നേടിയെടുക്കുന്നത്. അത് വളരെ നല്ല ആൻസറാണ്. വിട്ടു നിൽക്കുക എന്നുള്ള ഒരു ആക്ഷനാണത്. അത് കാതലായ സത്യസന്ധനായിരിക്കുക സാറേ, സത്യസന്ധനായിരിക്കുക. ഓക്കെ, സത്യസന്ധനായിരിക്കണം. ദാറ്റ് ഇസ് ഗുഡ്. അത് വേറെ ഒന്നിൻ്റെ എല്ലാത്തിൻ്റെയും ഒരു ഭാഗമാണത്. ഒരു പ്രധാനപ്പെട്ട കാര്യത്തിൻ്റെ ഒരു ഭാഗമാണ് ഈ സത്യസന്ധത ഒക്കെ. ശരിയാണ്. നമ്മൾ 5 കാര്യങ്ങൾ ഞാൻ ഏതായാലും പറയാം. അത് ഒന്ന്, നമുക്ക് ഇന്റഗ്രിറ്റി നമ്മുടെ റെസിലൻസ് എന്ന് പറഞ്ഞ സാർ ഒരിക്കൽ പറഞ്ഞ ആ സംഭവമാണോ? അതൊക്കെ അതിൽ കൂടി നമ്മൾ ഈ 5 കാര്യങ്ങൾ കൂടി നേടിയെടുക്കുന്ന കാര്യമാണ് ഇപ്പൊ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ പവർലെസ് വിട്ടുനിൽക്കല് പോലും നമ്മൾ നേടിയെടുക്കുന്നത് ഈ 5 കാര്യത്തിൽ കൂടെ. പക്ഷെ വിട്ടുനിൽക്കൽ കൂടിയാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത്. ഒരു രോഗി അത് പ്രാക്ടീസ് ചെയ്യുന്നത്.
പക്ഷെ ഈ 5 കാര്യങ്ങൾ ഒരു സാധാരണ മനുഷ്യന്റെ ജീവിതത്തിൽ വളരെ വളരെ നിർണായകമാണ്. അത് നഷ്ടപ്പെടുന്ന ഒരു രോഗമാണ്. ആ 5 കാര്യങ്ങൾ നഷ്ടപ്പെടുന്ന രോഗമാണ് ഈ മദ്യാസക്ത രോഗം മാത്രമല്ല, അത് ശാരീരികമായിട്ട്, മാനസികമായിട്ട്, ആത്മീയപരമായിട്ട് ഈ 5 കാര്യങ്ങളാണോ ഡോക്ടർ? തീർച്ചയായിട്ടും അത് അതിൽ നമ്മൾ പറയുന്നത് വെച്ചാൽ, ഒന്ന് നമ്മൾ ആശയത്തിന്റെ ഉള്ളിൽ പറയുകയാണെങ്കിൽ, നമ്മൾ ഈ ലോകം, നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാർ, സ്ഥലങ്ങൾ, വസ്തുക്കൾ, ഇങ്ങനെയൊക്കെ ആണല്ലോ നമുക്ക് ഈ ഭൂമിയിലുള്ളത്. അതിനെക്കുറിച്ചുള്ള ഒരു യാഥാർത്ഥ്യ ബോധം. യാഥാർത്ഥ്യം എന്ന് വെച്ചാൽ എന്താ? റിയാലിറ്റി. അപ്പൊ ആ കാര്യത്തിൽ ഒരാൾ പറഞ്ഞല്ലോ സത്യസന്ധത. ഈ സത്യസന്ധത എന്ന് പറഞ്ഞാൽ ഒരു യാഥാർത്ഥ്യ ബോധം ഒരാൾക്ക് ഉൾക്കൊള്ളാൻ കഴിയണമെങ്കിൽ സത്യസന്ധത തന്നെ വേണം. അപ്പൊ യാഥാർത്ഥ്യം, എന്താണ് ശരി, എന്താണ് തെറ്റ്, ഏതാണ് ശരി, ഏതാണ് സത്യം, ഇതൊക്കെ അതിൽ വരുന്നതാണ്. യാഥാർത്ഥ്യങ്ങൾ, ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങളെ അറിഞ്ഞിരിക്കണം. അതിൽ പല കാര്യങ്ങളുണ്ട്. ഈ യാഥാർത്ഥ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരാൾ ഒരു നുണ പറയുകയാണെങ്കിൽ നമുക്ക് അപ്പോഴേ തന്നെ പിടികിട്ടും പെട്ടെന്ന്, അല്ലേ? അതെന്തുകൊണ്ടാണ്? നമുക്ക് യാഥാർത്ഥ്യ ബോധത്തെ, ശരിയായ കാര്യത്തെപ്പറ്റി നല്ല ധാരണയുള്ളതുകൊണ്ടാണ്. അപ്പോൾ ഈ യാഥാർത്ഥ്യം നമ്മളെ പ്രേരിപ്പിക്കുന്നത്, യാഥാർത്ഥ്യത്തിലേക്ക് നീങ്ങിയാലേ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ എന്ന് നമ്മളെ പ്രേരിപ്പിക്കുന്ന ഘടകങ്ങൾ എന്താ? നമ്മുടെ ആവശ്യമാണ്. നമ്മുടെ ആവശ്യങ്ങളൊക്കെ നമുക്ക് ശരിയായിട്ട് നടപ്പിൽ വരണമെങ്കിൽ യാഥാർത്ഥ്യ ബോധം വേണം. എന്താണ് സത്യമായിട്ടുള്ള കാര്യം? ഒരു ഉദാഹരണം പറയാം. ഒരു മദ്യാസക്തൻ മദ്യം കഴിച്ചിട്ട് അയാൾ വരുന്ന പെരുമാറ്റം, അയാളുടെ സംസാര രീതി, പെരുമാറ്റം, അയാളുടെ ചലനങ്ങൾ, ഇതൊക്കെ ആ സംസാരത്തിൻ്റെ ഉള്ളിൽ ഉള്ള തോട്ട് പ്രോസസ്, ചിന്തകൾ, ഇതൊക്കെ നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന എന്താണ്? അയാൾ പറയുന്ന ചെയ്യുന്ന കാര്യങ്ങൾ അസാധാരണമാണ്. സാധാരണ ആൾക്കാർ ചെയ്യാത്ത കാര്യങ്ങളാണ്, അസാധാരണമാണ്. അപ്പൊ ഈ അസാധാരണവും അതുപോലെ ആവർത്തിക്കപ്പെടുന്നതായിട്ടുള്ള ചില സ്വഭാവങ്ങൾ, അപ്പോൾ അത് കുഴപ്പമുണ്ടാക്കണം, മറ്റുള്ളവർക്ക് കുഴപ്പമുണ്ടാക്കണം. അങ്ങനത്തെ കാര്യങ്ങൾ ഒരാളിൽ കാണുമ്പോൾ നമ്മളെന്താണ്? അയാൾ യഥാർത്ഥ ലോകത്തല്ല, ഈ ലോകത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് അകന്നാണ് അയാൾ ജീവിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാവും. റിയാലിറ്റി എന്നൊക്കെ പറയും, റിയൽ. അപ്പോൾ ഒരു സാധാരണ മനുഷ്യന് ഈ യാഥാർത്ഥ്യ ബോധം ഉൾക്കൊള്ളാൻ പറ്റും. മറ്റേ ആൾ അസാധാരണമായിട്ടാണ് ചലിക്കുന്നതും സംസാരിക്കുന്നതും പ്രവർത്തിക്കുന്നതെന്ന് നമുക്ക് പെട്ടെന്ന് പിടികിട്ടും. അല്ലെങ്കിൽ ഒരു മാനസിക കുഴപ്പമുള്ള ഒരാളാണെന്ന് വിചാരിച്ചു, അയാൾക്ക് ആ കാര്യം ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ വരാന്തയിലിരുന്ന് മുറ്റത്തേക്ക് നോക്കി കാലാവസ്ഥ നിർണ്ണയിക്കുന്ന അത്ര എളുപ്പമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ യാഥാർത്ഥ്യ ബോധം 1, നമ്പർ 1. നമ്പർ 2, നമുക്ക് എല്ലാവർക്കും അറിയാം, നമുക്ക് ഈ ലോകമായിട്ടൊരു ബന്ധമുണ്ട്. ഈ ലോകത്തിലെ കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ബന്ധങ്ങളുണ്ട്. നമ്മളെ കൂടെ ജീവിക്കുന്നവരായിട്ട് ബന്ധമുണ്ട്, അവരുമായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, നമ്മൾ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ബന്ധപ്പെടുന്നുണ്ട്, അല്ലേ? പ്രവൃത്തികളിലൂടെ നമ്മൾ ബന്ധപ്പെടുന്നുണ്ട്, നമ്മുടെ ആവശ്യങ്ങളിലൂടെ നമ്മൾ ബന്ധപ്പെടുന്നുണ്ട്. അപ്പോൾ നമ്മൾ സ്നേഹം പങ്കുവയ്ക്കുന്നുണ്ട്. ഇതൊക്കെയാണ് ബന്ധം. അപ്പോൾ ഈ ലോകത്ത് രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ബന്ധങ്ങൾ. ബന്ധം എന്ന് പറഞ്ഞാൽ ബോധം കൂടിയാണ്. ബന്ധമില്ലെങ്കിൽ ബോധമില്ല. അത് ഞാൻ പല പ്രാവശ്യം പറയാറുണ്ട്. എങ്ങനെയാണ് ബോധമില്ല നമ്മൾ മനസ്സിലാക്കുന്നത്? ഇപ്പോൾ ഒരു ഉദാഹരണം, നിങ്ങൾ എൻ്റെ ഈ സംഭാഷണം, ഈ പ്രോഗ്രാം നിങ്ങൾ കേൾക്കുന്നുണ്ട്. എവിടെയോ ഇരുന്ന്, നിങ്ങളുടെ സ്വന്തം വീട്ടിൽ അല്ലെങ്കിൽ എവിടെയോ ഇരുന്ന് നിങ്ങൾ കേൾക്കുന്നുണ്ട്. നമ്മളൊരു ബന്ധത്തിലായില്ലേ ഇപ്പോൾ? അപ്പോൾ ആ ബന്ധത്തിൽ എന്തൊക്കെയുണ്ട്? അപ്പോൾ ആളുകളുണ്ട്, അത് സമയമുണ്ട്, ആ ഓറിയന്റേഷൻ സ്പേസിലാണ്. ഒരു സ്പേസിലാണ് നിങ്ങൾ ഇരിക്കുന്നത്. ആ സ്പേസിൽ ഒരു ടൈമിലാണ് ഇരിക്കുന്നത്. ആ ടൈമിൽ എപ്പോഴാണ് ഇരിക്കുന്നത്, എവിടെയാണ് ഇരിക്കുന്നത്, എന്താണെന്നൊക്കെ
ആ രീതിയിൽ മനസ്സിലാക്കുമ്പോഴാണ് ബന്ധം വരുന്നത്. അപ്പോൾ നമ്മൾ ബന്ധമുണ്ട്. ഈ ബന്ധം ഉള്ളപ്പോഴാണ് നമുക്ക് ബോധമുള്ളത്. രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു പറയാൻ പറ്റും. ഇപ്പോൾ ബോധം ഇല്ലെങ്കിൽ ബന്ധമില്ല. ബോധമില്ലാതെ കിടക്കുന്ന ഒരാൾക്ക് എന്ത് ബന്ധമുള്ളത്? ഈ പുറമേയുള്ള ലോകമായിട്ട് ബന്ധമില്ല, അവിടെയുള്ള ആളുകളായിട്ട് ബന്ധമില്ല, സ്വന്തക്കാരായിട്ട് ഒരു ബന്ധമില്ല. അവർക്ക് ബന്ധമുണ്ട് കാരണം അവർക്ക് ബോധമുണ്ട്. അതുകൊണ്ട് അവർക്ക് ഇയാളുമായിട്ട് ബന്ധമുണ്ട്. ഇയാളെങ്ങനെ ബോധമില്ലാത്ത അവസ്ഥയിൽ ഇട്ടരിച്ച് പോകാൻ പറ്റൂലെന്ന് അവർക്കറിയാം. അയാളെ രക്ഷപ്പെടുത്തണം, അങ്ങനെ അവർക്ക് ബോധമുണ്ട്, അല്ലേ? അപ്പോൾ പരസ്പരം ഉള്ള ഈ ബന്ധം, അതിൽ ബോധം. അപ്പോൾ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇപ്പം മനസ്സിലാക്കിയത് എന്താണ്? ബോധം എന്ന് പറഞ്ഞാൽ ബന്ധം കൂടിയാണ്. ബന്ധം ഇല്ലെങ്കിൽ ബോധത്തിന് പ്രവർത്തിക്കാൻ പറ്റില്ല. രണ്ട് വളരെ പ്രധാനപ്പെട്ട മനുഷ്യ ജീവിതത്തിന് അത്യാവശ്യമായിട്ട് ജീവിക്കാൻ വേണ്ട രണ്ട് കാര്യങ്ങൾ നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. ആരെങ്കിലും ഈ ബന്ധത്തെ പറ്റി ഇത്ര മാത്രം വളരെ ഡീപ്പായിട്ട് ആരെങ്കിലും ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? നമ്മൾ അത്ര ചിന്തിക്കണം. ഇപ്പം ഞാൻ പറയാം, എൻ്റെ മകനെന്നോ എൻ്റെ അച്ഛനോ എൻ്റെ അമ്മന്നോ എൻ്റെ സഹോദരി എന്നൊക്കെ പറയുമ്പോഴത്തേക്കും എൻ്റെ എന്ന് കൂട്ടി നമ്മൾ പറയാറുണ്ട്. എന്തിനാണ് ഈ എൻ്റെ എന്നുള്ളത്? ആ വാക്ക് അവിടെ എന്തിനാ ഉപയോഗിക്കുന്നത്? അപ്പോൾ എൻ്റെ കുടുംബം എന്നൊക്കെ പറയുമ്പോൾ എന്താണ്? എൻ്റെ കുടുംബം എന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ ബന്ധത്തിൻ്റെ ആഴമാണ്, ഞാനുമായിട്ടുള്ള ബന്ധത്തിൻ്റെ ആഴമാണ് ആ എൻ്റെ പറയാൻ കാരണം. പരസ്പരം. ഇപ്പോൾ നമ്മൾ ഈ പ്രോഗ്രാമിൽ നമ്മൾ പരസ്പരം ബന്ധിക്കപ്പെട്ടു. പരസ്പരം അതിൽ ഒരു വലിയ സൗഹൃദമുണ്ട്. ഇപ്പോൾ എൻ്റെ ഗ്രൂപ്പ് എന്നൊക്കെ നിങ്ങൾ പറയാറില്ലേ? എൻ്റെ ഗ്രൂപ്പ്, എൻ്റെ ഹോം ഗ്രൂപ്പ്. അപ്പോൾ അത് ആ റിലേഷൻ്റെ ശക്തിയെ കാണിക്കാൻ ഉപയോഗിക്കുന്ന വാക്കാണത്. അപ്പോൾ ഒരു യാഥാർത്ഥ്യം, റിയാലിറ്റി, രണ്ട് ബന്ധങ്ങൾ. ആ ബന്ധം ഈക്വൽ ടു കോൺഷ്യസ്നസ്, ബോധം അവിടെ കിടക്കുക. മൂന്നാമത്തെ സംഗതി, നമ്മുടെ ശരീരത്തെക്കുറിച്ചുള്ള ജ്ഞാനം, അറിവ്. അത് ചെറുതിലേ മുതൽ നമ്മൾ പിടിച്ചെടുക്കുന്നുണ്ട്. നമ്മുടെ ശരീരത്തിന് വേദന വരുന്നത് അത് ശരിക്ക് തളർച്ച അനുഭവിക്കുമ്പോൾ, ക്ഷീണം അനുഭവിക്കുമ്പോൾ, അല്ലെങ്കിൽ വിശപ്പില്ലാതാകുമ്പോൾ, അല്ലെങ്കിൽ ഊർജം ഇല്ലാതാകുമ്പോൾ, ദാഹം ഉള്ള സമയത്ത് ശരീരത്തിൻ്റെ ആവശ്യങ്ങൾ നമ്മൾ അപ്പം അറിയുന്നുണ്ട്. അതൊക്കെ വളരെ 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 സീരിയസ് ആണെന്ന് നമുക്ക് മനസ്സിലാകും. ചിലപ്പോൾ നമ്മൾ കുറേ നേരം വിശപ്പ് സഹിച്ചിരിക്കുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാവും ഇനി അങ്ങോട്ട് നമുക്ക് അനങ്ങാൻ പറ്റില്ല, ഒരടി നടക്കാൻ പറ്റില്ല, ക്ഷീണം വരുന്നുണ്ട്, അല്ലെങ്കിൽ ദാഹം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് വെള്ളം കുടിക്കണം, അല്ലേ? ഇതൊക്കെ ശരീരത്തിൻ്റെ ആവശ്യങ്ങളാണ്. അപ്പോൾ ഈ ശരീരത്തിൻ്റെ ആവശ്യങ്ങൾ മാത്രമല്ല, ശരീരം എങ്ങോട്ടാണ് നീങ്ങുന്നത് എന്ന് അറിഞ്ഞ ഒരാൾ ശരീരത്തിന് ഇങ്ങനെ മെലിഞ്ഞുകൊണ്ടിരിക്കുക, വെയിറ്റ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അയാൾ സാധാരണ കവിഞ്ഞ് അയാളുടെ വെയിറ്റ് കുറയുകയാണ്. അപ്പോൾ അയാൾക്കൊരു സംശയം തോന്നും, ഉള്ളിൻ്റെ ഉള്ളിൽ സ്വന്തം ശരീരത്തെ പറ്റി ആലോചിക്കും, അതെന്തൊരു കുഴപ്പത്തിലേക്ക് പോവാണോ എന്ന് സംശയിക്കും. അപ്പോൾ ഈ ശരീരത്തെക്കുറിച്ചുള്ള നമ്മൾ കിട്ടിയ ജ്ഞാനം, അറിവ്, അതിൻ്റെ മുകളിലാണത് പ്രവർത്തിക്കുന്നത്. ആ ജ്ഞാനത്തിൻ്റെ വെളിച്ചത്തിൽ നമ്മുടെ ആവശ്യങ്ങൾ, ശാരീരികമായ ആവശ്യങ്ങൾ, അതിനെപ്പറ്റി എല്ലാ സമയത്തും നമുക്ക്, എല്ലാ ദിവസവും എല്ലാ സമയത്തും നമുക്ക് ജ്ഞാനമുണ്ട്, അറിവുണ്ട്. ആ അറിവില്ലെങ്കിൽ ഭയങ്കര കുഴപ്പമാണ്. ഇപ്പോൾ ഭക്ഷണം കഴിക്കാതിരിക്കുക, വിശപ്പുണ്ടായിട്ടും ഭക്ഷണം കഴിക്കാതിരിക്കുക, ഭക്ഷണത്തെക്കാൾ വേറെ എന്തിനെങ്കിലും ഒരു മുൻഗണന കൊടുക്കുക, എങ്ങോട്ടെങ്കിലും അങ്ങോട്ടും ഓടിപ്പോവുക. ഒരു കുഴപ്പമുണ്ട്, എന്തൊരു പ്രശ്നമുണ്ട്, ശരീരത്തിന് മുൻഗണന കൊടുക്കുന്നില്ല. ഒരാൾ തളർന്നു കിടക്കുകയാണ്, അയാൾ ശബ്ദം വെച്ച് ആളുകളെ വിളിക്കുന്നില്ല,
അയാളുടെ ബോധത്തിന് എന്തോ കുഴപ്പമുണ്ട്. ഉം. അല്ലേ? അപ്പൊ ശാരീരികമായിട്ടുള്ള ആവശ്യങ്ങൾ എപ്പോഴും നമ്മൾ അറിഞ്ഞിരിക്കണം. ഈ ശരീരത്തിന്റെ ശരിക്കും പറഞ്ഞാൽ ജീവൻ നിലനിർത്താനുള്ള എല്ലാ ആവശ്യങ്ങളും അതിനെപ്പറ്റി ജ്ഞാനം ഉണ്ട്, അറിഞ്ഞിരിക്കും. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ചില കുട്ടികൾ ഈ ഓട്ടിസം എന്ന് പറഞ്ഞ രോഗം ബാധിച്ച കുട്ടികളെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഓട്ടിസം. ഈ ഓട്ടിസത്തിലെ കുട്ടികൾക്ക് ഉള്ള പ്രശ്നം എന്നറിയോ? അവരാകെപ്പാടെ അവർക്ക് കിട്ടുന്ന ഒന്നോ രണ്ടോ കളിപ്പാട്ടങ്ങളുണ്ടാവും. ആ കളിപ്പാട്ടം അതിൽ മാത്രം ശ്രദ്ധിച്ച് മറ്റൊരാവശ്യങ്ങളും അറിയാതെ അതിങ്ങനെ ഇരിക്കും. അതിൻ്റെ ആവശ്യങ്ങളൊക്കെ മറ്റുള്ളവർ സാധിച്ചു കൊടുക്കണം. അതിൻ്റെ തലച്ചോറിൽ ഇങ്ങനെയുള്ള ബന്ധങ്ങൾ, നമ്മുടെ ശരീരത്തിൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന ആ ബന്ധങ്ങളെക്കുറിച്ചുള്ള ഇതൊക്കെ പോവും. അതിൽ പ്രധാനപ്പെട്ടത് എന്ന് വെച്ചാൽ മനുഷ്യനുമായിട്ടുള്ള ബന്ധം തന്നെ അത് അത്ര ഇഷ്ടപ്പെടുന്നത്. കളിപ്പാട്ടങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. ഒരു പുതിയ ആളവിടെ കയറി വന്നാൽ അത് അത്ര ശ്രദ്ധിക്കില്ല. അപ്പം നമ്മുടെ ഈ ശരീരത്തിന് മറ്റുള്ളവരുമായിട്ടുള്ള സമ്പർക്കം വേണം, അല്ലേ? അവർ തരുന്ന ഭക്ഷണമാണ് നമ്മൾ കഴിക്കുന്നത്, അവരുടെ സഹായത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ നമ്മൾ ശരീരത്തെ പറ്റി ആലോചിക്കുമ്പോൾ ഇതൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് പുറകെ വരും. ഒന്നിനു പുറകെ ഒന്നായിട്ട് ഈ ചിന്തകൾ, ഈ ധാരണകളൊക്കെ കയറി വരും. അപ്പോൾ ശരീരത്തിനെ കുറിച്ചുള്ള ജ്ഞാനം, അത് പ്രവർത്തനം, അതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ഒരു മൂന്നാമത്തെ കാര്യത്തിൽ ശരീരജ്ഞാനം അത് നിറവേറ്റപ്പെടുന്നത് ഒക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നാലാമത് നമ്മളൊരു മനസ്സുണ്ടെന്ന് നമ്മൾ വിചാരിക്കുന്നു. ഈ ഞാൻ എന്ന് നമ്മൾ പറയാൻ കാരണം എന്താണ്? ഞാൻ എന്ന് പറഞ്ഞൊരു സംഗതി നിലവിലുണ്ട്. അത് എൻ്റെ മനസ്സാണ്. എൻ്റെ ചിന്തകളെ കുറിച്ച് എനിക്കറിയാം. എൻ്റെ ഫീലിങ്സ്, വേറൊരാളോടുള്ള എൻ്റെ ഫീലിങ്സ്, എൻ്റെ വെറുപ്പാണോ, എൻ്റെ സ്നേഹമാണോ, അതോ ഞാൻ അഭിനയിക്കുകയാണോ, അയാളോട് സ്നേഹം അഭിനയിക്കുകയാണോ? ഇതൊക്കെ മറ്റുള്ളവരെക്കാളും നമ്മളെപ്പറ്റി നമുക്കറിയാം, അല്ലേ? നമ്മുടെ ഉള്ളിലുള്ള ഇരിപ്പ് എന്താണെന്ന് നമുക്കറിയാം. ചിലപ്പോൾ നമ്മൾ കമ്മ്യൂണിക്കേഷൻ ചെയ്യുമ്പോഴത്തേക്കും തലതിരിഞ്ഞായിരിക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അയാളോട് വെറുപ്പായിരിക്കും, എന്നാൽ അയാളോട് സ്നേഹം അഭിനയിക്കും ചിലപ്പോൾ, അല്ലേ? അപ്പോൾ ഈ മനസ്സ്, ഒരു തുറന്ന മനസ്സ്, ഓപ്പൺ മൈൻഡ്, നമ്മുടെ മനസ്സിനെ ചുരുങ്ങിയ പക്ഷം നമ്മുടെ മനസ്സിൻ്റെ അവസ്ഥ നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോൾ ഒരാളോട് വെറുപ്പുണ്ടെങ്കിൽ ആ വെറുപ്പിന് പ്രത്യേകിച്ചൊരു കാരണം ഉണ്ടാവും. അല്ലെങ്കിൽ അയാളോട് വളരെയധികം അടുപ്പമുണ്ടെങ്കിൽ, സ്നേഹമുണ്ടെങ്കിൽ അതിനും പ്രത്യേക കാരണങ്ങളുണ്ടാവും. അപ്പോൾ എല്ലാത്തിനും മനസ്സിൻ്റെ ഓരോ കാര്യങ്ങൾക്കൊരു കാരണമുണ്ട്. ഈ മനസ്സിനെ നമ്മളാണ് ആദ്യം അറിയണം. എൻ്റെ മനസ്സിനെ ഞാൻ അറിയുന്നു. എൻ്റെ മനസ്സ് എന്തൊക്കെ ചിന്തകൾ, എന്തൊക്കെ തോന്നലുകൾ, എന്തൊക്കെ വികാരങ്ങളിൽ കൂടി അത് പോകുന്നു, ഇതൊക്കെ ഞാൻ അറിയുന്നുണ്ട്. അപ്പോൾ മനസ്സിനെ നമ്മൾ അറിയുന്നുണ്ട്. 4 കാര്യങ്ങളായി. 5-മത്തെ കാര്യം അതൊരാൾ പറഞ്ഞുകൂടെ. അതാണ് നമ്മുടെ മനുഷ്യത്വം, അല്ലെങ്കിൽ നമ്മുടെ ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ അത് നമ്മളെപ്പോഴും മനുഷ്യനാണ്, അവൻ മനുഷ്യനാണെന്നൊക്കെ പറയുമ്പോൾ എന്താണ്? അവന് കുറച്ച് സ്നേഹം, അല്ലെങ്കിൽ കരുണ, മറ്റുള്ളവരോട് പരിഗണന, മറ്റുള്ളവർക്ക് വേണ്ടി എന്ത് ചെയ്യും, സഹായിക്കും, മറ്റുള്ളവരുടെ സങ്കടത്തിൽ അവന് സങ്കടം ഫീൽ ചെയ്യും. ഇങ്ങനെയൊക്കെയുള്ള കാര്യത്തിനാണ് നമ്മൾ ഈ ആത്മീയത എന്ന് പറയുന്നത്. പക്ഷെ പണ്ട് മുതലേ മനുഷ്യന്റെ ചിന്തയിൽ ആദ്യം മുതലേ ഈ നമ്മളെ ഭരിക്കുന്നത്, നമ്മളെ കൺട്രോൾ ചെയ്യുന്നത് അലൗകികമായിട്ടുള്ള, ഈ ലോകമായിട്ട് ബന്ധമില്ലാത്ത എവിടെയോ ഇരിക്കുന്ന ശക്തികളൊക്കെ, നമ്മളെ അലൗകിക ശക്തികൾ, ലോകമല്ലാത്ത എന്തോ ശക്തികളൊക്കെയാണ് നമ്മളെ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെയുള്ള ശക്തികളൊക്കെ നമുക്ക് ഭയങ്കര ഭയമായിരുന്നു. ചിലപ്പോൾ ആ ശക്തികൾ നമ്മളെ ഉപദ്രവിക്കുമെന്ന് വിചാരിച്ചിട്ടുണ്ട്.
ആ ശക്തികളൊക്കെ പ്രീതിപ്പെടുത്താനായിട്ട് നമ്മൾ ചിലതൊക്കെ ചെയ്തിട്ടുണ്ട് പണ്ടൊക്കെ. അപ്പോൾ നമ്മുടെ ജീവൻ എന്ന് പറഞ്ഞാൽ അത് അതിൻ്റെ ഉള്ളിൽ എന്തോ ഈ അലൗകിക ശക്തികൾ കയറിയിട്ട് നിയന്ത്രിക്കുന്ന എന്തോ സാധനമാണത്. നമ്മുടെ ഈ ലോകത്തില്ലാത്ത എന്തോ ശക്തി കയറി അതിനെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ നമ്മൾ ഒരു ഭയപ്പാടോടുകൂടി ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെ അതിനേക്കാളേറെ അങ്ങനെയാണ് നമ്മൾ ആത്മാവ് ഉണ്ടാകുന്നൊക്കെ പറഞ്ഞത്. ആത്മാവ് നമ്മുടെ ജീവൻ എന്നൊക്കെ പറഞ്ഞ ആത്മാവാണെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഒരു ധാരണ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ നമ്മൾ ശരിക്കും നമ്മൾ മനുഷ്യത്വം അല്ലെങ്കിൽ നമ്മൾ ആത്മീയത എന്ന് നമ്മൾ സാധാരണ ഭാഷയിൽ ഉൾക്കൊള്ളുന്നത് മനുഷ്യൻ ഭൂരിഭാഗം മനുഷ്യർക്കുള്ള ഈ പ്രത്യേകതകളെയാണ് നമ്മൾ മനുഷ്യത്വം എന്ന് പറയുന്നത്. മറ്റൊന്നിനെ നമ്മൾ സാധാരണ മനുഷ്യത്വം എന്ന് പറയാറില്ല. മനുഷ്യത്വം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉൾക്കാഴ്ച ഇങ്ങനെയാണ്. നമ്മുടെ ഉള്ളിലുള്ള സ്നേഹം പ്രകടിപ്പിക്കുക, നിർവ്യാജമായിട്ട് അത് പ്രകടിപ്പിക്കുക. അതുപോലെ നമ്മളറിയാതെ തന്നെ നമ്മളെ സഹജീവിക്ക് വേണ്ടി നമ്മൾ ചിലപ്പോൾ എടുത്തു ചാടി വരെ എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട്. അതിന് ഇംഗ്ലീഷിൽ ഓൾട്രൂയിസം എന്ന് പറയാം. ഓൾട്രൂയിസം അതാണ് ത്യാഗ മനോഭാവം. ജീവൻ പോലും മറന്ന് ചില ആൾക്കാർ എന്തൊക്കെ ചെയ്ത് നിങ്ങൾ കണ്ടിട്ടുണ്ട്. അത് മനുഷ്യനങ്ങനെ ചെയ്യും, മൃഗങ്ങളും അങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പൊ ജന്തുക്കൾക്കുള്ളൊരു വികാരം കൂടിയാണത്. അവരുടെ എന്താണ് ആൾട്രൂയിസം. ഒരാളെ രക്ഷപ്പെടുത്തുക, ജീവൻ ഒരാൾക്ക് മുറിവുണ്ടാകുമ്പോൾ ആ മുറിവ് കണ്ടിട്ട് ഓടിപ്പോകാറില്ല. നമ്മൾ അതെന്താണെന്നെങ്കിലും ശ്രദ്ധിക്കും, സഹായിക്കും. അപ്പൊ ഇങ്ങനെയുള്ളൊരു ത്യാഗ മനോഭാവം മനുഷ്യരിൽ അന്തർലീനമാണ്. സാമൂഹ്യ ജീവികളിൽ എല്ലാത്തും ഉണ്ട്. സമൂഹമായിട്ട് ജീവിക്കുന്ന ജീവികൾക്ക് ഒരാൾക്ക് ഒരാളുടെ സഹായം വേണം, അല്ലാതെ പറ്റില്ല. അതുകൊണ്ട് അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെയുള്ള കടപ്പാടുകളുണ്ട്. അതിനാണ് നമ്മൾ മനുഷ്യത്വം അല്ലെങ്കിൽ ആത്മീയത എന്ന് പറയുന്നത്. ഇപ്പൊ ഈ അഞ്ച് കാര്യങ്ങൾ എവിടുന്നാണ് വരുന്നത്? ഇതിൻ്റെയൊക്കെ ഉത്ഭവം ഉൽപ്പന്നങ്ങളാണ് ഇതെല്ലാം. ഇതൊരു സാധനം ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങളാണ്. അതാണ് നമ്മുടെ ബ്രെയിൻ, തലച്ചോറ്. നമ്മുടെ തലച്ചോറിന് കേട് പറ്റിക്കഴിഞ്ഞാൽ ഈ 5 കാര്യങ്ങളും പോവും. അത് ഞാൻ എപ്പോഴും പറയാനുണ്ടല്ലോ, മദ്യാസക്ത രോഗം, മാനസിക രോഗങ്ങൾ, ഇതെല്ലാം തലച്ചോറിന് കേടുവരുത്തുന്ന രോഗങ്ങളാണ്. മദ്യാസക്ത രോഗവും മറ്റു ലഹരി രോഗങ്ങളും. ഇന്നലത്തെ സബ്ജക്റ്റ് അതായിരുന്നു. ഇന്നലെ ബിൽ വിൽസൺ പറഞ്ഞ ഒരു കാര്യം വളരെ ആഴത്തിൽ ഒരു ലിറ്ററേച്ചറിൽ കൂടി അവർ പങ്കുവച്ചിരുന്നു. ബിൽ വിൽസൺ ആദ്യകാലത്ത് നമ്മുടെ ഈ AI പ്രോഗ്രാം മദ്യപാനികൾക്ക് വേണ്ടി മാത്രമാണോ അതോ മറ്റു ലഹരി ഉപയോഗിക്കുന്നവർക്കും ഇവിടെ വരാൻ പറ്റുമോ എന്നൊക്കെയുള്ള ഇതിൽ ഒരു പ്രത്യേക സംശയം പ്രകടിപ്പിച്ചിരുന്നു. പക്ഷെ ഇപ്പോൾ മറ്റ് ലഹരിയുടെ അസുഖങ്ങളുള്ള ആൾക്കാരും ഈ AI പ്രോഗ്രാമിൽ വന്ന് രക്ഷപ്പെടുന്നുണ്ട്. ആദ്യകാലത്ത് അദ്ദേഹം പറഞ്ഞിരുന്നത് ഈ മദ്യപാന രോഗമുള്ളവർക്ക് വേണ്ടി മാത്രമുള്ള ഒരു പ്രോഗ്രാമാണ്. അതിൽ ഇപ്പൊ ഈ കാലത്ത് വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ് ഇത്. ആർക്കൊക്കെ അറ്റൻഡ് ചെയ്യാം? ഇത് ആരൊക്കെ അറ്റൻഡ് ചെയ്യാതിരിക്കുന്ന നല്ലത് എന്നൊക്കെ ഉണ്ടായിരുന്നു പണ്ട് സംശയങ്ങൾ. ഈ മദ്യാസക്ത രോഗം ഒരു പ്രത്യേകതരം രോഗമാണ്. മറ്റു ലഹരികൾ ഉപയോഗിക്കുന്നതിനേക്കാൾ മദ്യത്തിൻ്റെ ഉപയോഗത്തിലുള്ള ഈ തലച്ചോറിൻ്റെ അസുഖം, അതുപോലെ ശാരീരിക രോഗങ്ങൾ, അതുപോലെയുള്ള മാനസിക രോഗങ്ങൾ, ഇതിലൊക്കെ ചില പ്രത്യേകതകളുണ്ട്. ഈ ലഹരി വസ്തുവായിട്ട് ബന്ധമുണ്ട് അതിന്. കാരണം മദ്യം തലച്ചോറിലെ എല്ലാ സ്ഥലത്തും കൂടി കേന്ദ്ര നാഡീവ്യൂഹം എന്ന് പറയും. കേന്ദ്രം, ബ്രെയിൻ, സെൻട്രൽ നെർവസ് സിസ്റ്റം എന്നാണ് അതിന് പറയുന്നത്. കേന്ദ്ര നാഡീവ്യൂഹം, അതാണ് ബ്രെയിൻ സ്പൈനൽ കോഡ്, അതാണ് കേന്ദ്ര നാഡീവ്യൂഹം. ഇതിൻ്റെ ഉള്ളിൽ നിന്നാണ് ബോധം ഉണ്ടാകുന്നതും നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാ സംഗതികളും ഉത്ഭവം അവിടെ നിന്നാണ്. കേന്ദ്ര നാഡീവ്യൂഹം, സെൻട്രൽ നെർവസ് സിസ്റ്റം. നമ്മുടെ ജീവനും ജീവിതവും ഒക്കെ കൺട്രോൾ സിസ്റ്റം അതാണ്, അവിടെയാണ്. ആ 5 കാര്യങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത് സെൻട്രൽ നെർവസ് സിസ്റ്റം.
കേന്ദ്ര നാഡീ വ്യൂഹം, അത് അതിൻ്റെ പ്രവർത്തനം, അതിൻ്റെ ശരീരത്തിൻ്റെ മുകളിലുള്ള കൺട്രോള്, ലോകത്തെ നമുക്ക് മനസ്സിലാക്കി തരുന്ന അത്, ലോകത്തെ നിങ്ങളുടെ മുമ്പിൽ കൊണ്ട് വെച്ചു തരും. അത് അങ്ങനെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ലോകത്തെ കാണിച്ചു തരും. നമ്മളത് അറിയുന്ന പോലുമില്ല, അല്ലേ? അപ്പോൾ നമുക്ക് കാഴ്ച ഉണ്ടെന്നുള്ളതിനെ പറ്റി, കാഴ്ച നഷ്ടപ്പെടുന്നതിനെ നമ്മൾ അറിയണമെങ്കിൽ 1 മിനിറ്റ് നമ്മൾ കണ്ണടച്ചിരുന്നാൽ മതി, കാഴ്ചയുടെ വിവരം നമ്മളറിയും. അതുപോലെ കേൾവി, അതൊക്കെ നമ്മളെപ്പോലും അറിയിക്കാതെ നമ്മളെ മുമ്പിൽ വെച്ച് കൊണ്ട് തരുവാണത്. അത് നമ്മുടെ ബ്രെയിൻ, നമ്മുടെ കേന്ദ്ര നാഡീവ്യൂഹം, ലോകമായിട്ടുള്ള കണക്ഷൻ, ഒരു പിക്ചർ, ഒരു ഒരു ചിത്രം പോലെ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളുടെ ലോകമുണ്ട്. അത് തലച്ചോറ് നിങ്ങൾക്ക് സമ്മാനിക്കുന്ന, ഈസി ആയിട്ട് നിങ്ങളറിയാതെ നിങ്ങൾക്ക് സമ്മാനിക്കുന്നതാണത്. അതാണ് ജീവിതം, ജീവിതത്തിൻ്റെ വളർച്ച, വികാസം, ചിന്തകൾ, വികാരങ്ങൾ, തോന്നലുകൾ, സ്വഭാവങ്ങൾ ഒക്കെ അവിടെ തന്നെ. അതിൽ നിന്നാണ് നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ. അപ്പോൾ നേരത്തെ ബിൽ വിൽസൺ പറഞ്ഞില്ലേ, ഈ ആൽക്കഹോളിസം ഒരു പ്രത്യേക തരം രോഗമാണ്. അദ്ദേഹം 100% കറക്റ്റാണ്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായം 100% കറക്റ്റാണ്. ആൽക്കഹോള് തലച്ചോറിൽ പ്രവർത്തിക്കുന്ന പോലെ മറ്റൊരു ലഹരി വസ്തുവും നമ്മളെ അടിപ്പെടുത്തുന്നില്ല. അത് തന്നെയല്ല, അതിൽ കൂടി തന്നെ ഈ കേന്ദ്ര നാഡീവ്യൂഹം നമ്മുടെ സ്വഭാവത്തെ കംപ്ലീറ്റ് മാറ്റിമറിക്കും. നേരത്തെ പറഞ്ഞില്ലേ, ചിന്തകൾ, തോന്നലുകൾ, വികാരങ്ങൾ, സ്വഭാവം, ഇതെല്ലാത്തിനെ കംപ്ലീറ്റ് മാറ്റിമറിക്കാനുള്ള ഒരു ചെറിയ അളവിൽ പോലും പെട്ടെന്ന് പ്രവർത്തിക്കുന്ന, വയറ്റിലെത്തേണ്ട അതിനു മുമ്പ് പ്രവർത്തിക്കുന്ന ഒരു സാധനമാണ് ആൽക്കഹോൾ. നിങ്ങൾ മദ്യം കഴിച്ചിട്ട് നിങ്ങളുടെ കുടലിലെത്തുന്നതിന് മുമ്പ് അത് തലച്ചോറിലെത്തി പ്രവർത്തിക്കാൻ തുടങ്ങും. ഈ വായിൽ നിന്ന് തന്നെ അത് വലിച്ചെടുക്കാൻ തുടങ്ങും, അന്നനാളത്തിൽ നിന്ന് വലിച്ചെടുക്കാൻ തുടങ്ങും. ഒരു 10% അങ്ങനെ വലിച്ചെടുക്കും. അതുകൊണ്ടാണ് അധികം സമയം വേണ്ട. മദ്യം കഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അതിൻ്റെ ഇഫക്റ്റ് ബ്രെയിനിൽ വരും. അപ്പോൾ അതിന് പ്രത്യേകതയുണ്ട്. മദ്യത്തിന് എല്ലാത്തരം അവയവങ്ങളെ അത് ബാധിക്കും. എന്തൊക്കെ ശരീരത്തിൽ അവയവങ്ങളുണ്ടോ 15 സിസ്റ്റം ഉണ്ടെന്ന് പറയണേ. തലച്ചോറിനെ സഹായിക്കുന്ന 15 സിസ്റ്റം ഉണ്ട് നമ്മുടെ ബോഡിയിൽ. ഒരു ഉദാഹരണം പറയാം. സ്കിന്ന്, നമ്മുടെ തൊലി ഒരു സിസ്റ്റാണ്. തൊലിയുടെ പ്രാധാന്യം എന്താണെന്ന് നമുക്ക് അറിയാൻ പറ്റും. തൊലി, ഇപ്പോൾ ഒരു പൊള്ളലേറ്റ് ഒരാൾ കിടക്കുകയാണെങ്കിൽ അയാൾ ഒരു 70% വേറെ പൊള്ളലേറ്റിന് അയാൾ 2 ദിവസത്തിനുള്ളിൽ ചിലപ്പോൾ മരിച്ചു പോകും. അതിൻ്റെ പെർസെൻറ്റേജ് അനുസരിച്ച് അയാൾ കൂടുതൽ പൊള്ളലേറ്റിട്ടുണ്ടെങ്കിൽ മരിച്ചു പോകും. എന്തുകൊണ്ടാണ് ഈ തൊലി എത്ര നിസ്സാരമായിട്ടുള്ള സാധനമല്ലേ, എന്താണ് അയാൾ മരിച്ചു പോകുന്നത്? ആ തൊലി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ചുറ്റുമുള്ള ലോകത്തു നിന്നുള്ള നമ്മൾ പൊതുവായിട്ടുള്ള സന്ദേശങ്ങളൊക്കെ തൊലിയിൽ കൂടിയാണ് തലച്ചോറിലെത്തുന്നത്. തൊലി ഒരു സംരക്ഷണ വലയാണ്. നമ്മുടെ തലച്ചോറിനുള്ള പ്രാധാന്യം പോലെ തൊലിക്കും വളരെ പ്രാധാന്യമുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഈ തൊലിയിലുള്ള കോശങ്ങളിൽ കൂടിയാണ് നിങ്ങളെ സ്പർശന ശക്തി, നിങ്ങളുടെ വേദനകൾ, ചൂട്, തണുപ്പ്, സ്പന്ദനങ്ങൾ ഒക്കെ അറിയുന്നത് അതിൽ കൂടിയാണ്. കണ്ടു കഴിഞ്ഞാൽ എന്തോ നിസ്സാര സാധനം തോന്നും, പക്ഷെ അതിൽ കൂടിയാണ് നടക്കുന്നത്. അതിന് ഒരു കുഴപ്പം പറ്റിക്കഴിഞ്ഞാലുണ്ടല്ലോ, ഈ വേർപ്പ് വരുന്നതും അത് ലവണങ്ങളുടെ അതൊക്കെ ഭയങ്കര വ്യത്യാസം വരും. ജലാംശം അത് പുറത്തേക്ക് പോകുന്നു, വേർപ്പായിട്ട് പോകുന്നു, അതിൻ്റെ അളവിലൊക്കെ വ്യത്യാസം വരും. പിന്നെ അതിൻ്റെ ഉള്ളിൽ അടങ്ങിയുള്ള സോഡിയം, അതുപോലെ ക്ലോറൈഡ്, അങ്ങനെയുള്ള സംഗതികളൊക്കെ അതൊക്കെ നഷ്ടപ്പെടും. അതുപോലെ ഈ തൊലിയിൽ കൂടി ഇലക്ട്രിക്കൽ ഇമ്പൾസസ്, ഇലക്ട്രിസിറ്റി സ്വീകരിക്കുന്നുണ്ട്. ഈ ഓരോ സന്ദേശത്തിനെയും സ്വീകരിക്കുന്ന സ്വീകരണികൾ, റിസപ്റ്റേഴ്സ് ഉണ്ട്. അതിൽ കൂടി സന്ദേശം തലച്ചോറിലെത്തുന്നത്. അവിടെ കണക്ഷൻ ബ്ലോക്കായി. പിന്നെ അതിൽ തൊലിയിൽ പഴുപ്പുണ്ടായി കഴിഞ്ഞാൽ രോഗപ്രതിരോധ ശക്തി തന്നെ നഷ്ടപ്പെടും.
ആള് പെട്ടെന്ന് മരിച്ചു പോകും. കിഡ്നി ഫെയിലിയർ ഒക്കെ വരും ഉടനെ തന്നെ, ഈ ജലാംശത്തിലൊക്കെ ഉള്ള വ്യത്യാസം കൊണ്ട്. അതുപോലെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ സബ്ക്യൂട്ടേനിയസ് ഫാറ്റ് ഉണ്ടെന്ന് ചോദിച്ചാൽ, നമ്മുടെ ശരീരത്തിൽ ഫാറ്റ് ഉണ്ട്. ഈ ഫാറ്റ്, ഈ കൊഴുപ്പ് എന്താണെന്നറിയോ, ചൂടിനെയും തണുപ്പിനെയൊക്കെ ഇൻസുലേഷൻ ആവശ്യമുണ്ട്. ഒരു ഇൻസുലേഷൻ പോലെ പൊതിഞ്ഞ് സൂക്ഷിക്കുന്നുണ്ട് അതിൻ്റെ അടിയിൽ, ഈ തൊലിയുടെ അടിയിൽ കൊഴുപ്പ്. അതുപോലെ ഇത് ഒരാൾ പട്ടിണി കിടക്കുവാണെങ്കിൽ, ഇപ്പോൾ മഹാത്മാഗാന്ധിയൊക്കെ കുറേ ദിവസമൊക്കെ ഫാസ്റ്റിങ് ചെയ്തില്ലേ? എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് അങ്ങനെ ചെയ്യാൻ പറ്റിയത്? അദ്ദേഹത്തിൻ്റെ ഈ ശരീരത്തിലുള്ള കൊഴുപ്പ് ആദ്യം നമ്മുടെ ഉള്ളിലുള്ള ഗ്ലൂക്കോസൊക്കെ തീർന്നു കഴിഞ്ഞാൽ ഫാറ്റ് ശരീരം അവിടെ നിന്ന് നീക്കം ചെയ്യും. കൊഴുപ്പ് കരളിലേക്ക് കൊണ്ടുപോകും, കരളിലേക്ക് എടുത്തുകൊണ്ട് പോകുന്നത് ശരീരം. അത് പതുക്കെ അലിയിച്ച് അത് രക്തത്തിൽ കൂടി അത് കരളിലെത്തിക്കഴിഞ്ഞാൽ കരളത് ഉപയോഗിക്കും എനർജിക്ക് വേണ്ടി. അപ്പോൾ ഫാറ്റ് ഉപയോഗിക്കും. അതുകൊണ്ടാണ് കുറേ ദിവസം പട്ടിണി കിടന്നാൽ നമ്മൾ മെലിഞ്ഞു പോകുന്നത്, തൊലി ഒക്കെ ചുളിഞ്ഞു പോകുന്നതിൻ്റെ കാരണം അതാണ്. ആവശ്യത്തിന് ഫാറ്റ് ഉണ്ടെങ്കിൽ 1-2 ദിവസം അല്ലെങ്കിൽ ചിലപ്പോൾ ഒരാഴ്ച വരെയൊക്കെ നീണ്ടു നിൽക്കാം. അപ്പോൾ അങ്ങനെ ഉണ്ട്. അതുകൂടാതെ ഈ അവയവങ്ങളൊക്കെ പ്രൊട്ടക്ഷൻ നടക്കുന്നുണ്ടല്ലോ, എല്ലാത്തിനെയും സംരക്ഷിച്ച് നടത്തുന്ന ഈ ഇൻസുലേഷൻ. അതുപോലെ അതിൻ്റെ ഇടയിൽ വാരിയെല്ലുകൾ, മാംസപേശികൾ, ഇതിൻ്റെയൊക്കെ ഉള്ളിൽ പ്രൊട്ടക്ഷൻ നടക്കുന്നുണ്ട്. വളരെ ശക്തമായിട്ട് പ്രവർത്തിക്കുന്ന അവയവങ്ങളൊക്കെ സംരക്ഷിക്കുന്നുണ്ട്. ഇപ്പോൾ ഹൃദയത്തിനെ സംരക്ഷിക്കുന്നു, ശ്വാസകോശത്തെ സംരക്ഷിക്കുന്നു, കരളിനെ സംരക്ഷിക്കുന്നു, വയറ്റിൻ്റെ ഉള്ളിൽ ആന്തരിക അവയവങ്ങളൊക്കെ സംരക്ഷിക്കുന്നു. അവിടെ ദഹനം നടക്കുന്നു. ആവശ്യമില്ലാത്ത വിസർജ്യം പുറത്ത് തള്ളിക്കളയുന്നു. അതിന് മെറ്റബോളിസം എന്ന് പറയും. പുറത്തുനിന്ന് ഊർജത്തിനുള്ള സാധനം സ്വീകരിച്ച് അതിനെ ശരീരം ഉപയോഗിച്ച് എനർജിയാക്കി മാറ്റി ആവശ്യമില്ലാതൊക്കെ പുറത്ത് തള്ളുന്നു. പിന്നെ നമ്മുടെ ഈ ജലാംശത്തിന് ഒരു അളവ് സൂക്ഷിക്കുന്നു. നമ്മൾ കുടിക്കുന്ന അളവ്, പുറത്തേക്ക് പോകുന്ന അളവ്, ശരീരത്തിന് വേണ്ട ഉപയോഗത്തിന് വേണ്ട സാധനങ്ങൾ ഇങ്ങനെയൊക്കെ സൂക്ഷിക്കുന്നു. അപ്പോൾ നമ്മുടെ ഈ ശരീരത്തിൻ്റെ ഈ ആവശ്യങ്ങളൊക്കെ അതെല്ലാം, അതുപോലെ അത് രക്തക്കുഴൽ വികസിക്കുന്നു, ചുരുങ്ങുന്നു ആവശ്യത്തിനനുസരിച്ച്. നിങ്ങൾ ഒരു ഓടുവാണെങ്കിലുണ്ടല്ലോ, നിങ്ങളുടെ രക്തത്തിൽ ഇത് ശക്തി, അതുപോലെ ഊർജം നിലനിൽക്കാനായിട്ട് രക്തത്തിലെ ഗ്ലൂക്കോസ് അതെല്ലാം തലച്ചോറിലേക്ക് പമ്പ് ചെയ്ത് വിടണം. അപ്പോൾ ഹാർട്ട് ഭയങ്കരമായിട്ട് പമ്പ് ചെയ്ത് വിടും. അതുകൂടാതെ തലച്ചോറിന് കൂടുതൽ സംരക്ഷണം എല്ലാ അവയവങ്ങളും ചേർന്ന് കൊടുക്കും. അവരവരുടെ രക്തത്തിൻ്റെ പങ്ക് 1/5 ഭാഗം എല്ലാ അവയവങ്ങളും തലച്ചോറിന് ഫ്രീ ആയിട്ട് കൊടുക്കും. കാരണം എന്നറിയോ, ഈ തലച്ചോറ് പ്രവർത്തിച്ചില്ലെങ്കിൽ ആൾ തീർന്നു പോകും. ഹൃദയത്തിൻ്റെയും ശ്വാസകോശത്തിൻ്റെ എല്ലാ പണിയും നിന്നു പോകും. അപ്പോൾ നമ്മുടെ ബ്രെയിൻ അത്രമാത്രം നമ്മൾ നിലനിർത്തും. ആ ഒരു അവയവത്തിന് പണി കൊടുത്ത് നമ്മളെ സ്വയം ഉപദ്രവിച്ച്, സ്വയം നമ്മൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ 5 കാര്യങ്ങളും നഷ്ടപ്പെടുത്തി, നമ്മൾ ഈ ലോകത്തിൽ ആർക്കും വേണ്ടാത്ത ഒരാളായിട്ട്, നമുക്ക് തന്നെ നമ്മളെ വേണ്ടാത്ത ഒരാളാക്കി മാറ്റുന്ന ഒരു പരിപാടിയാണ് ഈ മദ്യാസക്ത രോഗവും മറ്റ് ലഹരി വസ്തുക്കളും. ഇതൊരു മൈതാന പ്രസംഗമൊന്നുമല്ല, ഇതാണ് ജീവിതത്തിൻ്റെ കാതലായ സംഗതി. ജീവിതത്തിൻ്റെ അറിവിൻ്റെ കാതലായ സംഗതി അതാണ്. അപ്പോൾ മദ്യാസക്ത രോഗത്തിൽ തലച്ചോറിന് കേടുപറ്റിയ എന്താണ്? ഈ കാതലായ കാര്യങ്ങൾ പോയി, അവനവനെ പറ്റിയുള്ള ചിന്ത പോയി, എല്ലാ കാര്യവും പോയി. നമ്മൾ തിരിച്ചു പിടിക്കാനുള്ള ഒരു പരിപാടിയാണ്, നമ്മുടെ ജീവനും ജീവിതവും തിരിച്ചു പിടിക്കുന്ന പരിപാടിയാണിത്. നമ്മളെ അറിയുന്ന പരിപാടിയാണ്. അപ്പോൾ അത് നടപ്പിലാക്കുന്നത്, ഒരാൾ നല്ല ഉത്തരം പറഞ്ഞു, എന്താണ്? വിട്ടു നിൽക്കൽ. അപ്പോൾ അങ്ങനെ ഒരു കുഴപ്പമുണ്ടാക്കിയിട്ട് അതിന് രക്ഷപ്പെടാനുള്ള മാർഗം, അത് നമ്മുടെ ബുദ്ധിശക്തി, നമ്മുടെ യാഥാർത്ഥ്യബോധമൊക്കെ അവിടെയാണ് പ്രവർത്തിക്കുന്നത്. വിട്ടു നിൽക്കൽ. വിട്ടു നിന്നാൽ ഞാൻ രക്ഷപ്പെടും എന്നുള്ള ശക്തിയായിട്ടുള്ള ഒരു അറിവ് പ്രോഗ്രാമിൽ കൂടി അയാൾക്ക് കിട്ടും. ഫ്രീ ആയിട്ട് കിട്ടും. പൈസ ഒന്നും മുടക്കേണ്ട ആവശ്യമില്ല. അയാളുടെ ജീവൻ തിരിച്ചു കിട്ടും.
ഞാൻ പല പ്രാവശ്യം ആവർത്തിച്ച കാര്യങ്ങൾ പറയേണ്ട സംഗതിയില്ല. 200ഓളം ശാരീരിക രോഗമുണ്ട്. ഓരോന്നും വളരെ അതിനിർണായകമായിട്ടുള്ള രോഗങ്ങളാണ്. അതിനിർണായകം. ഞാൻ ഇപ്പോൾ ഡി അഡിക്ഷൻ സെന്ററിൽ ഈ റീഹാബിൽ പോകാൻ തുടങ്ങിയതോടുകൂടി എൻ്റെ കൺമുമ്പിൽ അത് വരുമ്പോൾ അവിടെ കിടക്കുന്ന ആൾക്കൊക്കെ അത് നല്ല ഭംഗിയായിട്ട് അറിയാം. ഞാൻ അവരോട് അത് പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. അവരൊക്കെ വീട്ടിലാണ് കലാപരിപാടികളൊക്കെ. അവർ ഇങ്ങനെ കുറേയധികം ആൾക്കാർ കിടക്കുന്ന, രോഗികൾ കിടക്കുന്ന സ്ഥലമൊന്നും കണ്ടിട്ടില്ലല്ലോ. ഒരു റീഹാബിൽ ചെന്നാൽ അവരെ പോലെയുള്ള ആളുകൾ അവിടെ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ അവർക്ക് മനസ്സിലാവും. ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു റീഹാബിൽ പോയപ്പോൾ അവിടെ ഞാൻ കുറച്ചു നേരം അവരോട് സംസാരിച്ച് പെട്ടെന്ന് തന്നെ ഒരാൾ, ചെറുപ്പക്കാരൻ, 2 ദിവസം മുമ്പ് വന്ന ആളാണ്. അയാൾ ഒരു ശക്തമായ അപസ്മാരത്തിൻ്റെ ഉള്ളിലേക്കായി. കൈയും കാലും ഇങ്ങനെ വിറച്ച് പിടച്ച് കളിക്കുകയാണ് അയാൾ. കണ്ണൊക്കെ മുകളിലേക്ക് ഇങ്ങനെ പോയി, തലയിട്ട് ഇളക്കുന്നു, ശരീരം ഇളകുന്നു. അപ്പോൾ കുറച്ച് പേര് കൂടി അയാളെങ്ങനെ ബലമായിട്ട് പിടിച്ചു വയ്ക്കുന്നു. അയാൾ വീഴാൻ പോകുന്നു. അപ്പോൾ അയാൾ നിലത്ത് തന്നെ കിടത്താൻ പറഞ്ഞു. കട്ടിൽ അന്വേഷിച്ച് നടക്കുമ്പോഴത്തേക്കും ചിലപ്പോൾ അയാൾ പിടച്ച് കളിച്ച് തലയിടിച്ച് എവിടെയെങ്കിലും വീഴും. അപ്പം നിലത്ത് തന്നെ കിടത്തുക. അയാളെ വായിൽ നിന്ന് പതയൊക്കെ വരും. വായിൽ നിന്ന് ശക്തമായിട്ട് എന്തുകൊണ്ടാണ് പത വരുന്നത്? വായിൽ നിന്ന് പത വരുന്ന ഈ ശരീരത്തിലെ ഈ ശക്തമായിട്ട് ഈ ശ്വാസം എടുക്കുമ്പോൾ ഈ നെഞ്ചിലെ മാംസപേശികളും വയറും ഒക്കെ ഈ അപസ്മാരത്തിൻ്റെ ചലനത്തിൽ മാംസപേശികൾ ഇങ്ങനെ പിടച്ച് കളിക്കും. ശക്തമായിട്ട് ഇങ്ങനെ അത് ശ്വാസം പുറത്തേക്ക് വരുമ്പോഴത്തേക്കും അത് പതയായിട്ട് മാറും. ഈ ഉള്ളിലുള്ള നമ്മുടെ വായിലൊക്കെ ഉള്ള ഈ ജലാംശമൊക്കെ പതഞ്ഞ് പുറത്തേക്ക് വരും. ഗ്യാസ് ഇങ്ങനെ കൂടുതലായിട്ട് വരുന്നുണ്ട്. വായിന്ന് നിറയും പതയൊക്കെ വരും. ബോധം നഷ്ടപ്പെടും. ഇതിൻ്റെ ഉള്ളിൽ ശ്വാസം ചിലപ്പോൾ പെട്ടെന്ന് നിന്നു പോകാം. അപ്പോൾ കൃത്രിമ ശ്വാസോച്ഛ്വാസം കൊടുക്കണം, ഓക്സിജൻ കൊടുക്കേണ്ടതൊക്കെ ഒരു ഇതാണ്. അതുകൂടാതെ അയാളുടെ നാവൊക്കെ മുറിഞ്ഞു പോവാം. അപ്പോൾ അവിടെ ഇങ്ങനെ ഒരാൾ ഒരു അപസ്മാരം വരുവാണെങ്കിൽ അയാളെ നിലത്ത് കിടത്തുക. അയാൾക്ക് ഈ വായിന്ന് പത വരുന്നുണ്ടെങ്കിൽ ഒന്ന് ചരിച്ച് കിടത്തുക. അയാളുടെ താടി തള്ളവിരലുകൊണ്ട് താടിയുടെ അടിയിൽ പിടിച്ച് മുകളിലേക്ക് വായ ഇങ്ങനെ അടയ്ക്കുന്ന രീതിയിൽ ഇങ്ങനെ അമർത്തി പിടിക്കുക. അപ്പോൾ നാവൊക്കെ മുറിയാതെ സൂക്ഷിക്കാൻ പറ്റും. പിന്നെ ആ പതയൊക്കെ ഒരു സൈഡിലേക്ക് അങ്ങ് പൊക്കോളും. പിന്നെ തലയിടിച്ച് വീഴില്ല. പിന്നെ കാലൊക്കെ അടിച്ച് നിലത്തടിച്ച് പൊട്ടിപ്പോയിരിക്കും. കാലൊക്കെ ഒന്ന് അമർത്തി പിടിക്കുന്നത് നല്ലതാണ്. ആരോ ഒരാൾ താക്കോല് കൊണ്ട് ഓടി വന്നത്. ഈ അപസ്മാരം വരുമ്പോൾ താക്കോല് ഒന്നും പിടിക്കാൻ അയാൾക്ക് ബോധമില്ല. അബോധാവസ്ഥയിലാണ് അയാൾക്ക് താക്കോല് പിടിക്കാൻ പറ്റില്ല. അത് താക്കോല് പിടിച്ചുകൊണ്ട് അയാളുടെ അപസ്മാരം മാറില്ല. താക്കോല് കയ്യിൽ വെച്ചുകൊണ്ട് അതുമായിട്ട് യാതൊരു ബന്ധമില്ല. തലച്ചോറിലെ ഇലക്ട്രിക്കൽ വയറിങ്, ഞാൻ നേരത്തെ പറഞ്ഞ തലച്ചോറ് ഇലക്ട്രിക്കൽ വയറിങ് ആണ്. അപ്പോൾ അവിടെ ഷോർട്ട് അടിക്കുന്നതാണിത്. ഇപ്പോൾ നിങ്ങൾ ഇലക്ട്രിക് ഷോക്ക് ഇട്ട് ഇങ്ങനെ ഷോക്ക് അടിച്ച് അപസ്മാരം വരില്ലേ? അത് തന്നെയാണിത്. ആ സർക്യൂട്ടിൽ ഒരു കുഴപ്പം പറ്റും. അപ്പോൾ അന്നേരമുള്ള ഒരു ചലനമാണ് ഈ അപസ്മാരം എന്ന് പറയുന്നത്. അത് മരണകാരണമാകും പലതരത്തിലും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ശ്വാസം നിന്ന് പോകാം, ഹൃദയം നിന്ന് പോകാം, ഇഞ്ചുറി ഉണ്ടാകാം, മുറിവുകൾ, തലയിടിച്ചിട്ട് തലച്ചോറിന് വീണ്ടും കേടുപറ്റാം, എല്ലുകളൊക്കെ പൊട്ടിപ്പോകാം. അപ്പോൾ ഈ അപസ്മാരം വരുന്നതിൻ്റെ കാരണം എന്താണെന്നറിയോ? ഇതാണ് വിഡ്രോയൽ സിൻഡ്രോം എന്ന് പറയുന്നത്. മദ്യപാന രോഗത്തിലെ ആളുകൾ മരിക്കാൻ സാധ്യതയുള്ള 5 മുതൽ 15% ആൾക്കാർക്ക് മരിക്കാൻ സാധ്യതയുള്ള രോഗാവസ്ഥയാണ് അന്ന് നമ്മൾ സാക്ഷ്യം വഹിച്ചത്. വിഡ്രോയൽ സിംറ്റം. അതായത് ഒരു 4 മണിക്കൂർ കഴിഞ്ഞാൽ മദ്യത്തിന് അടിമപ്പെട്ട് തലച്ചോറാണെങ്കിൽ, ഇപ്പോൾ ദിവസവും മദ്യം കഴിക്കുന്ന ഒരാൾ, ആൽക്കഹോൾ യൂസ് ഡിസോർഡർ എന്ന് അതിൻ്റെ പേര്. ആൽക്കഹോൾ യൂസ് ഡിസോർഡർ, മദ്യം ഉപയോഗിച്ച് തകരാറുള്ള ഒരു ആള് എന്നർത്ഥം. ആൽക്കഹോൾ യൂസ് ഡിസോർഡർ. ഡിസോർഡർ എന്ന് പറഞ്ഞാൽ തകരാറ്.
അതുപോലെ തന്നെ അതിന് വേറെ പേര് കൂടിയുണ്ട്, ആൽക്കഹോൾ യൂസ് ഡിസോർഡർ ആൻഡ് ബിഹേവിയറൽ ഡിസോർഡർ, പെരുമാറ്റ രോഗം. അപ്പോൾ അങ്ങനെയുള്ള രോഗാവസ്ഥ തലച്ചോറിൻ്റെ രോഗമാണ്. ആൽക്കഹോൾ യൂസ് ഡിസോർഡറിൽ ഈ മദ്യത്തിന് അടിപ്പെട്ട് കഴിഞ്ഞാൽ, മദ്യം തലച്ചോറിലില്ലെങ്കിൽ അന്നേരമാണ് ഭയങ്കര ആർത്തി വരുന്നത്. മദ്യം കിട്ടാനുള്ള ആർത്തി, വെള്ളം കുടിക്കാൻ ദാഹമുള്ളത് പോലെയാണ് ആ ആർത്തി. മദ്യം കിട്ടിയേ അടങ്ങുള്ളൂ, എവിടെ നിന്ന് എന്തെങ്കിലും വേണം എന്നുള്ള ശക്തമായ ആർത്തി വരുന്നതാണ് ക്രേവിങ്. അതെന്താണ്? ഈ മദ്യത്തിന് അടിമപ്പെട്ട് അതിൻ്റെ ഉള്ളിൽ, അതിൻ്റെ സാന്നിധ്യത്തിൻ്റെ ഉള്ളിൽ അടിമപ്പെട്ടാണ് തലച്ചോറ് കഴിയുന്നത്. 4 മണിക്കൂർ നേരത്തേക്ക് ആ മദ്യം തലച്ചോറിലില്ലെങ്കിൽ അതിൻ്റെ കോൺസെൻട്രേഷൻ, അതിൻ്റെ സാന്ദ്രത, അതിൻ്റെ അളവ്, അത്ര അളവ് അവിടെ ഇല്ലെങ്കിൽ, ആ അളവ് കുറഞ്ഞ് താഴ്ന്നു പോയാൽ, മദ്യം കിട്ടാതെ ഇരുന്നാൽ ഷോർട്ട് സർക്യൂട്ട് അടിച്ചു കഴിഞ്ഞാൽ അപസ്മാരം വരും. ആ സമയത്താണ് ക്രേവിങ് ഉണ്ടാകുന്നത്. ഈ ക്രേവിങ് ഇലക്ട്രിക്കൽ ഇംബാലൻസ് മാത്രമല്ല, ഇലക്ട്രിസിറ്റി ആണല്ലോ തലച്ചോറ്. അപ്പം ആ തലച്ചോറിൻ്റെ പ്രവർത്തനത്തിൽ കുഴപ്പം പറ്റുമ്പോൾ, ഞാൻ നേരത്തെ പറഞ്ഞ ശ്വാസം നിന്നു പോവാം, ഹൃദയം നിന്നു പോവാം, മരണം സംഭവിക്കാം. അത് കൂടാതെ തന്നെ എന്ത് പറ്റും വെച്ചാൽ, നമുക്ക് തലച്ചോറ് പ്രവർത്തിക്കുമ്പോഴാണല്ലോ ചിന്തകൾ, തോന്നലുകൾ, കേൾവി, കാഴ്ചയൊക്കെ അതാണല്ലോ. മായക്കാഴ്ചകൾ കാണും. അതായത് തലച്ചോറിൽ ഓർമ്മ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്, മെമ്മറി. അതിങ്ങനെ ഈ മൊബൈലിലൊക്കെ മെമ്മറി ഉള്ള പോലെ അതിലിങ്ങനെ മെമ്മറി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ഷോർട്ട് അടിക്കുന്ന സമയത്തുണ്ടല്ലോ, ഏതെങ്കിലും ഒരു മെമ്മറി വരും, കയറി വന്നിട്ട് തലച്ചോറിലെ ആ സർക്യൂട്ടിൽ കൂടി കടന്നു പോകും. അന്നേരം ചിലപ്പോൾ മരിച്ചുപോയ ഒരാൾ അവിടെ വന്ന് നിൽക്കുന്നതായിട്ട് തോന്നും, അല്ലെങ്കിൽ അവിടെ പാമ്പ് കിടക്കുന്നതായിട്ട് തോന്നും. അയാൾ കണ്ടിട്ടുള്ളതും കേട്ടിട്ടുള്ളതായിട്ടുള്ള ഇതായിരിക്കും അയാൾ മിക്കവാറും അയാളുടെ ഉള്ളിൽ ഇങ്ങനെ മായക്കാഴ്ചയായിട്ട് വരുന്നതും മായയായിട്ട് അശരീരിയായിട്ട് വരുന്നതൊക്കെ അത് തന്നെയാണ്. ആരെങ്കിലും അയാളോട് ഇങ്ങനെ ചെവിയിൽ സംസാരിക്കും, ആളവിടെ ഇല്ല, അയാളോട് ചെവിയിൽ സംസാരിക്കുന്നു. അപ്പോൾ അന്നത്തെ ദിവസം തന്നെ ഒരാൾക്ക് ഈ ഹലൂസിനേഷൻ ഉണ്ടായിരുന്നു. ഓഡിറ്ററി ഹലൂസിനേഷൻ എന്ന് പറഞ്ഞാൽ കേൾവി, അയാളോട് ചെവിയിൽ ആരോ പറഞ്ഞുകൊണ്ടിരിക്കുക. അതും ഈ അപസ്മാരവും തമ്മിൽ അടുപ്പമുണ്ട്. ഷോർട്ട് അടിക്കുന്നതിൻ്റെ ഒരു ലക്ഷണമാണ് ഈ മായക്കാഴ്ചകളൊക്കെ വരുന്നത്. ചിലപ്പോൾ അതൊക്കെ വന്നതിന് ശേഷമായിരിക്കും അപസ്മാരം വരുന്നത്. അപസ്മാരം ഇല്ലാതെ ഈ മായക്കാഴ്ചകളും കേൾവിയൊക്കെ വരാം. അല്ലെങ്കിൽ ചിലപ്പോൾ തെറ്റായ ചില ചിന്തകൾ വരാം. ഇപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറയാം. ഞാൻ മെൻ്റൽ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് അവനെപ്പോഴും സംശയമാണ്, ഏതോ ഒരു സിനിമാ നടൻ അവൻ്റെ ഭാര്യയുടെ കൂടെ രാത്രിയിൽ അവളുടെ മുറിയിൽ കയറുന്നുള്ള അങ്ങനെ ഒരു സംശയം. അത് ആര് ബാധിച്ചാലും അതങ്ങനെ സാധ്യതയില്ല, അങ്ങനെ ഒരാൾ വന്ന് കയറില്ല എന്ന് പറഞ്ഞാൽ അവൻ സമ്മതിക്കില്ല. അവൻ പറയാൻ അത് നടന്നു കഴിഞ്ഞു, അങ്ങനെ അത് സംഭവിച്ചു കഴിഞ്ഞു എന്നാ പറയണേ. അങ്ങനത്തെ ഉള്ള ചില വിശ്വാസങ്ങൾ, ചില ധാരണകൾ നിങ്ങൾ എത്ര വാദിച്ചാലും അവൻ്റെ ആ ധാരണ മാറില്ല. നിങ്ങൾ എന്ത് തെളിവൊക്കെ കൊണ്ട് കൊടുത്താലും അവനതൊന്നും സ്വീകരിക്കില്ല. അതാണ് ഡെലൂഷൻ എന്ന് പറയും. ഡെലൂഷൻ, തെറ്റായിട്ടുള്ള വിശ്വാസങ്ങൾ, ധാരണകൾ. ഇത് ഈ മദ്യാസക്ത രോഗത്തിൽ വരുന്നതാണത്. ഇതൊക്കെ എൻ്റെ ഭാര്യയുടെ പുറകെ നടക്കുന്നുണ്ട്, അവനെ കൊല്ലണം, ഒരു ഡെലൂഷനാണ്. അപ്പോൾ ഈ തലച്ചോറിന് എത്രമാത്രം അത് കുഴപ്പമുണ്ടാക്കുന്ന ആലോചിച്ച് നോക്ക്. നിങ്ങൾ ഇപ്പോൾ ഓരോ ദിവസം ടി വിയിലൊക്കെ കാണുന്നു, മറ്റേ ഇങ്ങനെ കൊന്നു, ഇന്നയാളെ കൊന്നു എന്ന് പറയണത് ഡെലൂഷൻ വന്നിട്ടാണത്. ഡെലൂഷൻ. ഭൂരിഭാഗം ആൾക്കാർക്ക് തെറ്റായത് അയാൾ കൊല്ലാൻ വരുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ അയാളെ നേരത്തെ തട്ടിക്കളയാം. എൻ്റെ കൂടെ നടക്കുന്ന ഈ സുഹൃത്ത് എൻ്റെ സുഹൃത്തല്ല, ഇവൻ എന്നെ കൊല്ലാൻ നടക്കുന്നവനാണ്. ഇതൊക്കെ പെട്ടെന്ന് തലച്ചോറിലേക്ക് വരുവാണ്. ഇതൊക്കെ
അപ്പൊ എത്രയും ഭീകരമായ രോഗമാണിത്, എത്രയും ഭയങ്കര. ഏഹ് ഈ മരണം, ഞാൻ നേരത്തെ പറയല്ലേ, മരണം ഇൻസ്റ്റന്റേനിയസ്. ഇൻസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ നിമിഷം കൊണ്ട് മരണം സംഭവിക്കാം, ഇൻസ്റ്റോൾമെന്റ് ആയിട്ട് മരണം സംഭവിക്കാം. ഇതാണ് ഈ രണ്ട് വാക്ക് ഓർത്തിരിക്കണം. നിമിഷം കൊണ്ട് മരണം സംഭവിക്കാം, ഇൻസ്റ്റോൾമെന്റ് ആയിട്ട് മരണം വരാം. ഇങ്ങനത്തെ ഒരു മാരക രോഗമാണ് മദ്യാസക്ത രോഗവും മറ്റു ലഹരി രോഗവും. പിന്നെ അപ്പോൾ ആൾക്കാർ ചോദിക്കും, അങ്ങനെ എല്ലാവരും ഒന്നും മരിക്കുന്നില്ലല്ലോ. നിങ്ങളുടെ കൂടെ ഒരുമിച്ച് മദ്യം കഴിച്ചിട്ടുള്ള, ചെറുപ്പത്തിൽ മുതൽ കഴിച്ചിട്ടുള്ള ആൾക്കാരുടെ ലിസ്റ്റ് എടുത്ത് നോക്കുക നിങ്ങൾ. എത്ര പേര് ഇന്നുണ്ടെന്നും എത്ര പേര് ജയിലിൽ കിടക്കുന്നുണ്ടും എത്ര പേരുടെ ബന്ധങ്ങളൊക്കെ പോയെന്നും എത്ര പേര് ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ടെന്നും എത്ര പേര് ആക്സിഡന്റിൽ മരിച്ചെന്നും എത്ര പേര് സൂയിസൈഡ് എന്നൊക്കെ നോക്കുക. അന്തം ഉണ്ടാവില്ല. എത്ര പേര് സാധാരണ ആയിട്ടുള്ള ശാരീരിക രോഗങ്ങൾ കൊണ്ട് മരിച്ചു, ലിവർ ഡിസീസ്, കിഡ്നി ഡിസീസ്, ക്യാൻസറുകൾ, എത്ര പേര് മരിച്ചു. അപ്പോൾ അതൊന്നും നമുക്ക് പറയാൻ പറ്റുന്ന അവസ്ഥയിലല്ല. ഈ രോഗത്തിൽ നിന്ന് രക്ഷപ്പെടുന്നത് രോഗത്തെക്കുറിച്ചുള്ള അറിവും നമ്മളുടെ തലച്ചോറിനെ നമ്മൾ രക്ഷപ്പെടുത്തുന്ന അളവും ഇതിൻ്റെ തുല്യമാണ്. അപ്പോൾ അതുകൊണ്ടാണ് പറയണത്, മദ്യാസക്ത രോഗം ബാധിച്ച 100 പേരിൽ 40 പേര്, അത് ആധികാരികമായിട്ടുള്ള അമേരിക്കൻ പഠനമാണ് ഞാനീ പറയുന്നത്. അത് അവിടെ കള്ളക്കണക്കൊന്നുമില്ല. നമ്മളിവിടെ പോലത്തെ ആൾക്കാർ മരിക്കുന്നതിനൊക്കെ കറക്റ്റ് കണക്കാണ് അവിടെ ഉള്ളത്. അല്ലാതെ കുറേ എല്ലാവരും ജീവിച്ചിരിക്കുന്നും പറഞ്ഞ് കള്ളക്കണക്കൊന്നുമില്ല. ഇപ്പൊ കോവിഡ് വന്നൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ മരിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ അത് പല കാരണം കൊണ്ടായിരിക്കാം. മരണം തന്നെയാണത്, കണക്കുണ്ട്. അപ്പോൾ അവിടെ പറഞ്ഞേക്കണെന്ന് വെച്ചാൽ ഈ 100 പേര് മദ്യം കഴിച്ച്, സ്ത്രീകളോ പുരുഷന്മാരോ അങ്ങനെ കഴിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് തലച്ചോറിൽ പ്രോഗ്രസ് ചെയ്യും. എന്ന് വെച്ചാൽ യൂസ് ഡിസോർഡർ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, യൂസ് ഡിസോർഡർ എന്ന് പറഞ്ഞാൽ ഉപയോഗത്തിൽ തലച്ചോറിന് ക്രമക്കേടുണ്ടാകുന്നു, അവയവങ്ങൾക്ക് ക്രമക്കേടുണ്ടാകും. അതിനാണ് യൂസ് ഡിസോർഡർ. അതിൽ സ്വഭാവത്തിൽ ക്രമക്കേടുണ്ടാകുന്നു, അതാണ് യൂസ് ഡിസോർഡർ. അത് തുടക്കം അത് മൈൽഡാകാം, നിസ്സാര രോഗ അവസ്ഥകളാകാം, മോഡറേറ്റ് കുറച്ചുകൂടി ശക്തമാകാം, സിവിയർ വളരെ ശക്തമാകാം. അങ്ങനത്തെ 3 അവസ്ഥയിലുണ്ടാകാം. അപ്പോൾ ഈ നിസ്സാരാവസ്ഥയിൽ നിന്ന് ഈ മോഡറേറ്റ് അവസ്ഥയിലേക്കോ സിവിയർ അവസ്ഥയിലോ കഠിനമായ അവസ്ഥയിലേക്ക് പോകാൻ അധികം സമയം വേണ്ട. അതെന്തുകൊണ്ടാണെന്നറിയോ? ജീവിതത്തിൽ വരുന്ന ഓരോ പരാജയങ്ങളും ഓരോ സന്തോഷങ്ങളും മറ്റു തരത്തിലുള്ള ഓരോ ആർത്തികളും ഓരോ ദുരന്തങ്ങളും ദുഃഖങ്ങളും ഓരോ വേർപാടുകളും എല്ലാത്തിനും മദ്യം ഒരു ഉപകരണമായിട്ട്, നഷ്ടപ്പെടലിനും നേട്ടത്തിനും ഉള്ള ഉപകരണമായിട്ട് അതങ്ങ് ഉപയോഗിക്കുകയാണ്. അപ്പോൾ അത് ഈ യൂസ് ഡിസോർഡർ ഇരട്ടിയാവും. അവന് പണത്തിന് ബുദ്ധിമുട്ട് വന്നാൽ ഉടനെ കുടിക്കും, അല്ലെങ്കിൽ ആരെങ്കിലും ചീത്ത വിളിച്ചാൽ ഉടനെ കുടിക്കും, ആരോടെങ്കിലും വെറുപ്പ് തോന്നിയാൽ ഉടനെ കുടിക്കും. അപ്പൊ തലച്ചോറിനെ അങ്ങനെ ട്രെയിൻ ചെയ്യും. കാരണം എന്താണ്? തലച്ചോറ് ഇത് കുടിച്ച സമയത്തൊക്കെ അത് സന്തോഷത്തിന് വേണ്ടിയാണ് കുടിച്ചത്. അത് ഒരു സന്തോഷം ഉണ്ടാകുന്നുള്ള ഒരു ധാരണയിൽ കുടിച്ചാണത്. അങ്ങനെ മറ്റുള്ളവർ ചിരിക്കുകയും അട്ടഹസിക്കുകയും പൊതുവായിട്ടുള്ള സമൂഹത്തിന് എതിരായിട്ട് എന്ത് വിളിച്ചു പറയുകയും ഒക്കെ ചെയ്യാനുള്ള ഒരു ധൈര്യവും അതിന് ഒരു സ്വാതന്ത്ര്യവും കിട്ടിയെന്നൊക്കെയുള്ള അർത്ഥത്തിലാണ് പല ആൾക്കാരും കുടിച്ചു മതിക്കുന്നത്. കുടിച്ചു കഴിഞ്ഞാൽ ആരെയും തെറി വിളിക്കുക, തെമ്മാടിത്തരം പറയാം, അടിക്കാം. അപ്പോൾ സാമൂഹ്യമായിട്ടുള്ള നിരോധനമൊന്നുമില്ല, എന്ത് വേണേൽ പ്രവർത്തിക്കാം. അതൊക്കെ ഒരു എൻജോയ്മെന്റ് ആണ്, ഒരു പ്രത്യേക പരിഗണന കിട്ടുന്ന പോലെയാണ്. അപ്പൊ ഇതിങ്ങനെ അത് ശീലമാവുമല്ലോ. അത് കഴിഞ്ഞ് കുറെ കഴിയുമ്പോഴത്തേക്കും ഇത് വിട്ടുകളയാൻ തോന്നില്ല. അപ്പൊ എല്ലാത്തിൻ്റെ ഒരു പരിഹാരം ആയിട്ട് അത് മാറും. അങ്ങനെയാണ് ഈ രോഗം യൂസ് ഡിസോർഡറിൽ നിന്ന് വലുതായി മുമ്പോട്ട് പോകുന്നത്. ഈ യൂസ് ഡിസോർഡർ കഴിഞ്ഞ് ഇൻഡ്യൂസ് ഡിസോർഡർ, അതും പറഞ്ഞിട്ടുണ്ട് ഞാൻ പല പ്രാവശ്യം. ഇൻഡ്യൂസ് ഡിസോർഡർ ഭീകരാവസ്ഥയാണ്.
തലച്ചോറിൻ്റെ ഭീകരമായ രോഗാവസ്ഥയാണ് ഇൻഡ്യൂസ്ഡ് ഡിസോർഡർ. അതിലാണ് ബൈപ്പോളർ ഡിസീസ് എന്ന് പറഞ്ഞാൽ മാറി മാറി വരുന്ന ഉന്മാദവും വിഷാദവും, വിഷാദത്തിൽ ആത്മഹത്യയും, ഉന്മാദത്തിൽ വീട്ടുകാരെ കൊല്ലും. ഈ കഴിഞ്ഞ ദിവസം ടി വിയിൽ നിങ്ങൾ കേട്ട് കാണും. ഇന്നത്തെ ടി വിയിലുണ്ട്, വയനാട്ടിൽ ഭാര്യ മദ്യപാനിയായിട്ടുള്ള ഭർത്താവിനെ തലക്കടിച്ചു കൊന്നു. ഡോക്ടർ പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോൾ അയാൾക്ക് മനസ്സിലായത് എവിടുന്നോ അടി കിട്ടിയതാണ്. പോലീസ് അന്വേഷിച്ചപ്പോൾ ശരിയായി. അപ്പോൾ അതാണ്. അപ്പോൾ ഉന്മാദ രോഗം വന്നു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് അത് താങ്ങാൻ പറ്റില്ല. അവർ മുൻകൂട്ടി കണക്കാക്കും. അവർ നേരത്തെ ആയുധം കയ്യിലുണ്ടാകും. ഇയാൾ ഉന്മാദമായിട്ട് അങ്ങോട്ട് ചെന്നാലുണ്ട് ഒരു പണി കൊടുക്കും. അങ്ങനെ ഉന്മാദമായിട്ട് ചെന്ന് കൊലപാതകം നടത്തിയ ആൾക്കാർ എത്രയോ പേരുണ്ട്. അപ്പോൾ ഉന്മാദ രോഗവും വിഷാദ രോഗവും മാറി മാറി വരും. വിഷാദത്തിൽ ആത്മഹത്യ ചെയ്യും, ഉന്മാദത്തിൽ മറ്റുള്ളവരെ കൊല്ലുകയും ചെയ്യും. ആൽക്കഹോളിക് യൂഫോറിയ എന്നൊക്കെ പറയും. നമുക്ക് ഇതിപ്പോൾ ഞാൻ പറയണ ആരെയും കുറ്റപ്പെടുത്തലൊന്നുമല്ല. ഇപ്പം ഞാൻ കുടിച്ചു കഴിഞ്ഞാൽ ഇതേ അവസ്ഥയിൽ കൂടി ഞാൻ കടന്നു പോകും. ആര് കുടിച്ചാലും ഈ സ്ത്രീകളൊക്കെ നല്ലൊരു ശതമാനം സ്ത്രീകൾ ഭാഗ്യം ചെയ്തവരാണ്. എന്താണെന്നറിയോ? ഇപ്പോൾ 30 പുരുഷന്മാർ ഒരായുഷ്കാലം മധ്യാസക്ത രോഗത്തിലേക്ക് വലിച്ചെറിയപ്പെടുമെന്ന് പറയണേ. വലിച്ചെറിയപ്പെടും, അവരെ എടുത്തെറിയുകയാണെന്ന് പറയണേ. ഈ വെള്ളത്തിലേക്കൊക്കെ എടുത്തെറിയുന്നില്ലേ, അതുപോലെ ഈ രോഗത്തിൻ്റെ ഉള്ളിൽ പെട്ട് കഴിഞ്ഞാൽ അവരെടുത്തെറിയപ്പെട്ട പോലെ. അവർ വിചാരിച്ചാലും നീന്തി കരയ്ക്കാൻ എടുക്കാൻ പറ്റില്ല. അവർ കൈയും കാലിട്ട് അടിച്ചുകൊണ്ടിരിക്കും. അവർക്ക് അങ്ങനെ പെട്ടെന്ന് നിർത്തി കരയ്ക്കണയാനൊന്നും പറ്റില്ല. അതുകൊണ്ടാണ് പറയുന്നത് ഈ 30 പേര് പുരുഷന്മാരാണ് അങ്ങനെ എടുത്തെറിയപ്പെടുന്നത്. അതിൽ 10 സ്ത്രീകൾ. ഇപ്പോൾ വിദേശത്തൊക്കെ സ്ത്രീകൾ മദ്യം കഴിക്കുക. അവർ 100 പേര് കഴിച്ചാൽ 10 പേരെ അതിൽ പെടുകയുള്ളൂ. കാരണം എന്ന് വെച്ചാൽ അവർക്ക് വേറെ പണികളൊക്കെ ഉണ്ട്. അവർക്ക് കുറേയധികം ഉത്തരവാദിത്തങ്ങളും. പിന്നെ സ്ത്രീകൾ മദ്യം കഴിക്കുന്ന ഒരു മോശപ്പെട്ട സംഗതിയാണെന്നൊരു എല്ലാ സമൂഹത്തിലും ഒരു ധാരണയുണ്ട്. അതൊക്കെ കൊണ്ട് അവരിൽ നല്ലൊരു ശതമാനം ആൾക്കാർ രക്ഷപ്പെടും. അപ്പോൾ ഇവർ പറഞ്ഞാൽ എന്താണ്, ഈ 100 പേരിൽ 40 പേര് ഒരു ആയുഷ്കാല രോഗത്തിലേക്ക് വലിച്ചെറിയപ്പെടും. അതുകൂടാതെ ഒരു പ്രത്യേക സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, പ്രസ്താവന. അവർ എത്ര വിദ്യാസമ്പന്നരായാലും, എത്ര പ്രശസ്തരാണെങ്കിലും, എത്ര പ്രൊഫഷണലായിട്ടുള്ള ഉന്നത ഉദ്യോഗങ്ങളോ സ്ഥാനമാനങ്ങളോ ഉള്ളവരാണെങ്കിലും, എത്ര പണമുള്ളവരാണെങ്കിലും, അവർ പണം ഇല്ലാത്തവരെ പോലെ, യാചകരെ പോലെ, ചെരുപ്പ് കുത്തികളെ പോലെ, അല്ലെങ്കിൽ മാംസം വെട്ടുന്ന ഈ കശാപ്പുകാരെ പോലെ അവരെല്ലാം തുല്യരായി മാറും. അവർക്ക് ജോലിയോ അവരുടെ വിവരങ്ങളോ ജ്ഞാനത്തിൻ്റെ ശക്തി കൊണ്ടോ ഒന്നും രക്ഷപ്പെടാൻ പറ്റില്ല. എത്ര ഭംഗിയായിട്ടാണ് പറഞ്ഞേക്കണതറിയോ? ഇതാണ് അവർ അവർ ശാസ്ത്രത്തിൻ്റെ അതുപോലെ തന്നെ പഠനങ്ങളുടെ ഗവേഷണങ്ങളുടെ ഇതിൽ കൊണ്ട് അവർ മനസ്സിലാക്കി വെച്ച കാര്യങ്ങൾ അവർ സത്യസന്ധമായി പറഞ്ഞതാണ്. പക്ഷെ എന്നിട്ടും അമേരിക്കയിലാണ് ഇങ്ങനെയുള്ള വിവരങ്ങൾ. അവരുടെ DSM-5 എന്ന് പറഞ്ഞ പുസ്തകം വളരെ എത്ര മനോഹരമായ പുസ്തകം എന്നറിയോ? അതെൻ്റെ മുമ്പിലുണ്ട്. DSM-5 TR ക്ലാസിഫിക്കേഷൻ. അതിൽ മദ്യപാനം, ആൽക്കഹോളിസം, സബ്സ്റ്റൻസ് അബ്യൂസ്, മറ്റ് ലഹരിയുടെ ഉപയോഗങ്ങൾ എന്നൊക്കെ പറഞ്ഞ ഭയങ്കരമായിട്ട് അതിനെപ്പറ്റി വ്യാഖ്യാനിക്കുന്ന പുസ്തകങ്ങളുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും അമൂല്യമായിട്ടുള്ള വിവരങ്ങളാണ് അവർ പഠനത്തിലൂടെ കണ്ടുപിടിച്ചേക്കുന്നത്. അപ്പോൾ ഞാൻ പറയാം, ഇൻഡ്യൂസ്ഡ് ഡിസോർഡറിനെ പറ്റി പറഞ്ഞപ്പോഴാണ് പറഞ്ഞത് ഈ ബൈപ്പോളാർ ഡിസീസ്. ഈ ബൈപ്പോളാർ ഡിസീസ് ഉള്ള എത്ര ആൾക്കാർ ആൽക്കഹോളിക് അനോണിമസിൽ എത്തിയിട്ടുണ്ട്, എത്ര പേര് അവർ രക്ഷപ്പെട്ടിട്ടുണ്ട്. ഒറ്റ കാര്യം കൊണ്ട് വിട്ടു നിൽക്കുക എന്നുള്ള ആയുഷ്കാലത്തേക്ക് ഇന്നത്തെ 24 മണിക്കൂർ ഉപയോഗിച്ച് 1 വർഷം, 2 വർഷം, 3 വർഷം, 10 വർഷം 10 വർഷമൊക്കെ ആയപ്പോൾ അവർ ഒരു സാധാരണക്കാരനേക്കാൾ കൂടുതൽ ഈ വിഷയത്തിൽ ജ്ഞാനമുള്ളവരായി മാറി.
അവരുടെ തലച്ചോറ് മാറ്റത്തിന് വിധേയമായി. അവർ നേരത്തെ ഞാൻ പറഞ്ഞ 5 കാര്യങ്ങളും മനോഹരമായിട്ട് അവരുടെ തലച്ചോറിൽ നടന്നു. എന്താണ്? ഈ അവരനുഭവിച്ച ദുരന്തങ്ങളൊക്കെ അവര് അവരുടെ മനസ്സിലൂടെ തുറന്ന് കണ്ടു. മനസ്സിന്റെ കണ്ണാടിയിലൂടെ അവർ തുറന്ന് കണ്ടു. തലച്ചോറ് മെച്ചപ്പെട്ടപ്പോൾ എന്തൊക്കെ വ്യത്യാസം വന്നെന്ന് അവർക്ക് മനസ്സിലായി. ഈ ഒരു ജീവിതം കിട്ടിയതിനെ പറ്റി അവർ ഏറ്റവും ഭയങ്കര സന്തോഷത്തോടുകൂടി അത് അംഗീകരിച്ചു. തിരിച്ചു കിട്ടിയ ജീവിതം, അതുപോലെ അതിനുവേണ്ടി എടുത്ത കഷ്ടപ്പാടുകൾ, ഇതൊക്കെ വലിയ സംഗതിയായിട്ട് അവർ കണക്കാക്കി. യാഥാർത്ഥ്യ ബോധം കിട്ടി, അവരുടെ ബന്ധങ്ങൾ മെച്ചപ്പെട്ട്, ബോധം അതുകൊണ്ട് മെച്ചപ്പെട്ട്, അവരുടെ തെറ്റുകൾ, എനിക്ക് തെറ്റുപറ്റി എന്ന് 8ാമത്തെ പടി പറയുന്നത് ആൽക്കഹോളിക്സ് അനോണിമസിലാണ്. വേറെ ഒരു സ്ഥലത്ത് അത് കേൾക്കില്ല. എനിക്ക് തെറ്റുപറ്റി. അതെന്താണ്? യാഥാർത്ഥ്യത്തിലേക്കുള്ള തിരിച്ചുപോക്കാണ് എനിക്ക് തെറ്റുപറ്റി എന്ന് പറയുന്നത്. മദ്യത്തിന് മുന്നിൽ ഞാൻ ശക്തിഹീനനാണ്. എൻ്റെ ജീവിതം അനിയന്ത്രിതവും അസാധാരണവുമായി, അത് കൊണ്ടു നടക്കാൻ പറ്റാത്ത രീതിയിലായി എന്നുള്ള 1ാം പടി അവർക്ക് അത് ആവർത്തന വിധേയമാക്കി പഠിച്ചപ്പോൾ അവർക്ക് അതിൻ്റെ ഉള്ളിലേക്ക് അവർക്ക് ആഴത്തിൽ എത്തിച്ചേരാൻ പറ്റി. അമേരിക്കയിലെ ആൽക്കഹോളിക്സ് അനോണിമസിൽ ചികിത്സിക്കാൻ ചെല്ലുന്ന ആൾക്കാരെ ഒരു ആശുപത്രിയിൽ ആദ്യം ചികിത്സയ്ക്ക് പോകണം. അവിടെ അതിനുശേഷമാണ് അവർ പോകുന്നത്. അപ്പോൾ ആ ആശുപത്രി കിടക്കുമ്പോൾ ആ ഡോക്ടർ തന്നെ അയാളെ കൊണ്ട് പറയിപ്പിക്കും, മുട്ടുകുത്തി നിൽക്കാൻ പറയും ബെഡിൻ്റെ അടുത്ത്. അതാരാ ചെയ്യിച്ചെന്നറിയാം? ഡോക്ടർ ബോബ്. അയാളൊരു മദ്യാസക്തനായിരുന്നു. അയാൾ റിക്കവറി ആയതിനു ശേഷം അയാൾ രോഗികളെ ചികിത്സിച്ചിരുന്നു, ഈ ഡോക്ടർ. അപ്പോൾ അയാൾ ആ രോഗികളെയൊക്കെ കട്ടിലിൻ്റെ അടിയിൽ മുട്ടുകുത്തി നിർത്തിക്കും. എന്നിട്ട് ഏറ്റു പറയാൻ പറയും, മദ്യത്തിന് മുന്നിൽ ഞാൻ ശക്തിഹീനനാണ്, എൻ്റെ ജീവിതം അനിയന്ത്രിതവുമായിപ്പോയി, ഞാൻ തോൽവി സമ്മതിച്ചിരിക്കുന്നു, പരാജയം ഞാൻ സമ്മതിച്ചിരിക്കുന്നു. ഇത് പറഞ്ഞിട്ടാണ് അയാളെ ചികിത്സിക്കുന്നത്. അപ്പൊ അത്രയ്ക്ക് മാത്രം ജ്ഞാനമുണ്ട്, മനസ്സിലായോ, ഈ രോഗത്തെക്കുറിച്ച്. അതുപോലെ ഓരോ ദിവസത്തെയും മറ്റുള്ളവരെ ഉപദ്രവിക്കാതിരിക്കാനും അവനവനെ ഉപദ്രവിക്കാതിരിക്കാനുള്ള കാര്യങ്ങൾ 12 പടികളിൽ കൂടി പറഞ്ഞു കൊടുക്കുന്നു. അഹന്ത മാറ്റാൻ വേണ്ടി എന്നേക്കാൾ വലിയൊരു ശക്തിയുണ്ട് എന്ന് അയാളെ പറഞ്ഞ് മനസ്സിലാക്കുന്നു. മറ്റേത് എല്ലാ ദൈവവും ഞാൻ തന്നെയാണ്, ഞാനാണ് കേമൻ, ഞാൻ മിടുക്കൻ, എനിക്ക് എല്ലാം അറിയാം, എനിക്ക് കൊല്ലാൻ അറിയാം, എന്തും അറിയാം എനിക്ക്, ഞാൻ സംഭവം. അതൊക്കെ മാറ്റി നിർത്താനായിട്ടുള്ള പടികൾ. അതുപോലെ ഈ തന്ത്രങ്ങൾ, സൂത്രങ്ങൾ, നുണപറച്ചിലുകൾ ഒക്കെ ഒഴിവാക്കാനായിട്ട് ഒരു 4ാമത്തെ പടി, അതിസൂക്ഷ്മതയോടെയും ഭയം കൂടാതെയും എൻ്റെ ധാർമ്മിക നിലവാരത്തെ ഞാൻ വിലയിരുത്തി. അതിസൂക്ഷ്മത എന്ന് പറഞ്ഞാൽ നുണ പറയാതിരിക്കല്, വേറെ ഒന്നുമല്ല. കുടിച്ചില്ല എന്ന് പറയുന്ന നുണ, അത് അങ്ങനെ നുണ പറയാതിരിക്കാൻ അതിസൂക്ഷ്മത വേണം. അതിസൂക്ഷ്മം വേണം. ഭയം കൂടാതെ ഇരിക്കാൻ സാധിക്കുന്ന എപ്പോഴാണ്? ഈ സത്യം നിലനിർത്താൻ പറ്റുവാണെങ്കിൽ, ഈ സത്യസന്ധത നിലനിർത്താൻ പറ്റുവാണെങ്കിൽ ആരും ഭയപ്പെടേണ്ട ആവശ്യമില്ല. അപ്പൊ അതിസൂക്ഷ്മത, ഭയമില്ലായ്മ, ഇത് രണ്ടും എന്താ സത്യമായിട്ടുള്ള കാര്യമാണ് വിളിച്ചു പറയണേ. അപ്പോൾ അതുകൊണ്ട് നുണ പറയാതിരിക്കാനായിട്ടുള്ള ഈ സത്യസന്ധത ഉണ്ടെങ്കിൽ അതിസൂക്ഷ്മത ഉണ്ടായി, അവിടെ ഭയപ്പെടേണ്ട ആവശ്യമില്ലാതായി. അങ്ങനെ 4ാമത്തെ പടിയിൽ അതിസൂക്ഷ്മതയോടെയും ഭയം കൂടാതെയും ധാർമ്മിക നിലവാരത്തെ വിലയിരുത്താൻ പറ്റി. അങ്ങനെയാണ് അവർ ഓരോ ദിവസവും കഴിച്ചു കൂട്ടിയത്. ഇതൊക്കെ ബ്രെയിനിലേക്കാണ് ചെല്ലുന്നത്. ബ്രെയിനിന് വേണ്ടി ചിന്തിക്കുന്ന പരിപാടിയാണ് ആൽക്കഹോളിക്സ് അനോണിമസ്. നിങ്ങൾ എവിടെയെങ്കിലും ഇത് കേട്ടിട്ടുണ്ടോ, ഇതുപോലത്തെ പരിപാടികൾ? അതുകൊണ്ടാണ് എല്ലാ ദിവസവും പ്രോഗ്രാം തുടങ്ങുന്നത് ഇങ്ങനെ തുടങ്ങാൻ കാരണം. അവൻ്റെ തലച്ചോറിലേക്ക് അടിച്ചേൽപ്പിക്കുക ഈ ആശയങ്ങൾ. അങ്ങനെ അടിച്ചേൽപ്പിച്ചില്ലെങ്കിൽ അവന് വേണ്ട ഒരു 5-6 മാസം ഈ പ്രോഗ്രാമിൽ വരാതിരുന്നിട്ട് തുടക്കക്കാരനുണ്ടല്ലോ, വീണ്ടും കിടക്കാതെ എവിടെയോ മരിച്ചു കിടക്കണം. അവൻ്റെ തലച്ചോറിലൊന്നും സ്വീകരിക്കാൻ സമയം കിട്ടിയില്ല. അവൻ പഴയ കൂട്ടുകാരുടെ കൂടെ കുടിക്കാൻ പോയി. അവന് പുറത്ത്
ഇഷ്ടം പോലെ അവനെ ട്രാപ്പിലാക്കാൻ, അവനെ പിടിയിൽപ്പെടുത്താൻ ഇഷ്ടം പോലെ സംഭവങ്ങൾ, നൂറുകണക്കിന് സംഭവങ്ങളുണ്ട്. അതുകൊണ്ടാണ് എന്തോ PhD-യോ ഡോക്ടറേറ്റോ ജഡ്ജിയോ ഇതൊക്കെ ആയിട്ടും രക്ഷപ്പെടാതെ വലിയ കോടീശ്വരനൊക്കെ ആയിട്ട്, ഇലോൺ മസ്ക് അവൻ വലിയ കോടീശ്വരനാണ്. ഇന്നാളെ അവനെ പറ്റിയുള്ള സംഗതികൾ, അവൻ എത്രയോ സംഗതികൾ, അഡിക്ഷൻ, കീറ്റമിൻ എന്ന് പറയുന്ന സാധനം ഭയങ്കര അഡിക്ഷനുള്ള സാധനം. മനസ്സിലല്ലേ? അപ്പൊ അവൻ പണക്കാരനല്ലേ, അവൻ രക്ഷപ്പെടാൻ പാടില്ലേ? അപ്പൊ അതൊക്കെയാണ് ഇത്. ഇതിനെ പറ്റിയുള്ള ശാസ്ത്രീയമായിട്ടുള്ള അറിവുകൾ ഇഷ്ടം പോലെ ഉണ്ട് ലോകത്ത്. അപ്പൊ ഇൻഡ്യൂസ് ഡിസോർഡറിൽ ഡിപ്രഷൻ വന്നു കഴിഞ്ഞാൽ സൂയിസൈഡ് ചെയ്യും. ഇൻഡ്യൂസ് ഡിസോർഡറിൽ ഈ ബൈപ്പോളർ വരുന്ന ആൾക്കാർ കണ്ടമാനം ആക്സിഡന്റുകൾ ഉണ്ടാക്കി ആക്സിഡന്റിൽ മരിക്കും, അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ കൊന്ന് ജയിലിൽ പോവും. പിന്നെ സമൂഹത്തെ നേരിടാനായിട്ട് പേടി വരും, ഉൾവലിവ്, ആങ്സൈറ്റി, സമൂഹത്തെ ഭയം. എത്രയോ ആൾക്കാർ അങ്ങനെ സമൂഹത്തെ ഭയന്ന് വീട്ടിൻ്റെ ഉള്ളിൽ പുറത്തിറങ്ങിയ ആൾക്കാർ തല്ലുവോ കൊല്ലുവോ എന്നുള്ള ഭയം. അതാണ് സോഷ്യൽ ഫോബിയ. ഇങ്ങനെ അനേകം മാനസിക രോഗങ്ങൾ ഇതിൻ്റെ ഉള്ളിലൊക്കെ കഴിയാതെ സുഖമായിട്ട് ജീവിക്കാൻ പറ്റുന്ന ഒരു ചെറിയ പ്രോഗ്രാമാണ് ഈ ആൽക്കഹോളിക്സ് അനോണിമസ്. ഞാനിപ്പോൾ ഒരു ചെറിയ സെൻറ്റർ തുടങ്ങിയിട്ടുണ്ട്. അവിടെ പ്രധാനമായിട്ടൊരു ഷോർട്ട് ഇൻ്റർവെൻഷൻ, ഈ ജീവിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ആൾക്ക് വേണ്ടി ഞാനൊരു 10 ദിവസത്തെ വീട്ടുകാരുടെ സഹായത്തോടു കൂടിയുള്ള ചികിത്സാ പ്രോഗ്രാം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ സെൻറ്റർ ഈ പാണമ്പ്ര എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ സെൻറ്റർ. അത് പല ആൾക്കാരും എന്നോട് മൊബൈൽ ഫോണിൽ കൂടി വിളിച്ച് ആളുകൾക്കൊക്കെ ഞാൻ, പക്ഷേ മരുന്നുകൾ ശരിക്കും പ്രിസ്ക്രൈബ് ചെയ്യണമെങ്കിൽ അയാളെ നേരിട്ട് കാണുകയും അയാളുടെ അവസ്ഥകളൊക്കെ അയാളുടെ ബന്ധുക്കളോട് ചോദിച്ച് മനസ്സിലാക്കുകയും ശാരീരിക പരിശോധന, ടെസ്റ്റുകൾ ഒക്കെ വേണം. മറ്റു രോഗങ്ങളുണ്ടോ എന്നൊക്കെ നോക്കണം, മാനസിക രോഗം ഉണ്ടോ എന്ന് നോക്കണം. ഇതൊക്കെ അനുസരിച്ച് മരുന്ന് കൊടുക്കാൻ പറ്റുള്ളൂ. ഇതിന് എന്തിനേക്കാൾ ഏറെ ശക്തമായിട്ടുള്ള ഒരു പരിശോധനയും ശാരീരിക മാനസിക ചികിത്സയും കഴിഞ്ഞിട്ടാണ് ഫലപ്രദമാകുന്നത്. തുടക്കത്തിൽ ഫലപ്രദമാകുമെന്ന് വിചാരിച്ച് ഇതിൽ കുടിച്ചിട്ടൊക്കെ വന്ന ആൾക്കാർ, മീറ്റിംഗ് അറ്റൻഡ് ചെയ്തവരൊക്കെ ഉണ്ട്, അവർക്കൊക്കെ രക്ഷപ്പെടാൻ ഭയങ്കര വിഷമമാണ്. കാരണം ഈ മദ്യം തലച്ചോറിലുള്ള സമയത്ത് ഒരു വിവരവും തലച്ചോറിൽ കയറില്ല. അപ്പോൾ ഈ രോഗത്തെക്കുറിച്ച് ഒരു കാര്യവും മനസ്സിലാവില്ല. ഇത് അത്രമാത്രം ഭീകരമായിട്ടുള്ളൊരവസ്ഥയാണ്. അപ്പോൾ നമ്മളിതൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഇന്നത്തെ അവസ്ഥ എന്ന് നമ്മൾ തുടങ്ങിയത്. അപ്പം ഇന്നത്തെ അവസ്ഥ മദ്യാസക്ത രോഗം മാത്രം, ഈ മദ്യം മറ്റുള്ള മാനസിക രോഗത്തിലേക്കും മറ്റുള്ള ലഹരി വസ്തുക്കളിലേക്കും ഒരു പാലമായിട്ട് പ്രവർത്തിക്കുന്നു. അപ്പം മദ്യം ഉപയോഗിക്കുന്നവൻ അതുകൊണ്ട് നിക്കോട്ടിൻ ഉപയോഗിക്കുന്നു, കൊക്കൈൻ ഉപയോഗിക്കുന്നു, അവൻ MDMA ഉപയോഗിക്കുന്നു, കന്നാബീസ് ഉപയോഗിക്കുന്നു, അവൻ മറ്റു ലഹരികളെ പുതിയ പുതിയ സാധനങ്ങൾ അന്വേഷിക്കുന്നു. അപ്പം മദ്യം ഒരു പാലം പോലെ കൂടി പ്രവർത്തിക്കുന്നു. അങ്ങനെ കണ്ടമാനം മരണങ്ങൾ, മാനസിക രോഗങ്ങളുടെ ശക്തി കൂടുന്നു, ചികിത്സ അപ്രാപ്യം. അത് ഈ മൾട്ടിപ്പിൾ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ ചികിത്സ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ചികിത്സയാണ്. കാരണം ഓരോ ലഹരി വസ്തുവും തലച്ചോറിലെ അതിൻ്റെ പ്രവർത്തനം ഓരോ തരത്തിലാണ്, ഓരോ ആർത്തിയും ഓരോ തരത്തിലാണ്. അതുകൂടാതെ ഒന്നിലധികം ഉപയോഗിക്കുമ്പോൾ ഒരെണ്ണം മാത്രം നിർത്തിയിട്ട് മറ്റ് ഇത് നിർത്താതെ ഉപയോഗിച്ചുകൊണ്ടിരുന്നാൽ ഒരു രക്ഷയില്ല. നിർത്തിയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. മറ്റുള്ളവയെ പറ്റി ഓർമ്മപ്പെടുത്തൽ തലച്ചോറിൽ ഉണ്ടാക്കിക്കൊണ്ട് രോഗം മുന്നോട്ട് പോകും. അവൻ വീണ്ടും വീണ്ടും റിലാപ്സ് ആവും. അപ്പോൾ ഓരോ റിലാപ്സും ചിലപ്പോൾ ഒരു മരണം കൂടിയാകാം. ഓരോ റിലാപ്സിലും ഒരു സർക്യൂട്ട് ബ്രേക്കിംഗ്, വിഡ്രോവൽ ഉണ്ടാകാം, മരിക്കാം. അതുകൊണ്ടാണ് ഞാൻ ആ വാക്ക് ഉപയോഗിക്കുന്നത്. മദ്യാസക്ത രോഗവും മറ്റ് ലഹരികളും ചേർന്നിട്ട് മരണം ഇൻസ്റ്റന്റേനിയസ് എന്ന് പറഞ്ഞാൽ നിമിഷങ്ങളിലുള്ള മരണം, അല്ലെങ്കിൽ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടുള്ള മരണം. അപ്പോൾ നമുക്ക് ഈ ലോകം നമുക്ക് നഷ്ടപ്പെടുന്നു. അപ്പോൾ അതുകൊണ്ട് രക്ഷപ്പെടണം,
മറ്റുള്ളവരെ രക്ഷപ്പെടുത്താനുള്ള ഒരാൾ നിങ്ങളാണ്, അല്ലെങ്കിൽ നമ്മളാണ്. അത് നമ്മൾ മനസ്സിലെപ്പോഴും ഉണ്ടായിരിക്കണം. ഒരിക്കൽ കൂടി സംസാരിക്കാനായിട്ട് നിങ്ങൾ ഒരു അവസരം ഉണ്ടാക്കി തന്നതിന് നന്ദി പറയുന്നു. താങ്ക് യു.